പഞ്ചമ സ്കന്ധമാണ് നമ്മൾ അനുസ്മരിച്ച് സമർപ്പിച്ചത്. പഞ്ചമ സ്കന്ധത്തിൽ പ്രാരബ്ധ കർമ്മങ്ങളെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ എന്തായാലും അത് അനുഭവിച്ചേ അടങ്ങും. ആഗാമ്യം, സഞ്ചിതം, പ്രാരബ്ധം, അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് പൂർവജന്മത്തിൽ ഉള്ളതായിരിക്കുന്ന പാപകർമ്മങ്ങൾ. ആ പാപകർമ്മങ്ങൾക്കനുസരിച്ച് ഇവിടെ ഓരോ ജന്മ ഭഗവാൻ ഇതാ തരുന്നു. അതിൽ പ്രാരബ്ധ കർമ്മം ആലോചിച്ച് നോക്കൂ. ഈ ഭരതന് മാനായിട്ട ഒരു സംഘം ജീവിതത്തിൽ ഇതാ ഉണ്ടാവേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള പ്രാരബ്ധ കർമ്മങ്ങൾ മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഭരതന് ഭഗവാന്റെ അടുത്തേക്ക് യാത്രയാവാനായിട്ട് ഇതാ സാധിച്ചു. അതുകൊണ്ട് ഇപ്പം എന്താ മനസ്സിലാവുന്നത്? ആരോടും സംഘം ഉണ്ടാവാനായിട്ട് പാടില്ല. ആരും നമ്മളിങ്ങനെ അല്ലേ അടുത്തടുത്ത് ഇങ്ങനെ നിർത്തി വല്ലാതെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാലോ അതൊക്കെ ദുഃഖത്തിന് കാരണമാണ്. എൻ്റേത് എന്നുള്ള ഭാവം വരുന്ന സമയത്താണ് നമുക്ക് ദുഃഖമുള്ളത്. എൻ്റേത് അങ്ങോട്ട് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത വിഷമമായി. എൻ്റെതല്ലാച്ചാലോ അത്ര വിഷമമില്ല, കുറേശ്ശൊക്കെ ഉണ്ടെന്നല്ലാതെ അല്ലേ. നമ്മളതാ ഇപ്പോൾ ഒരു പശുവിനെ, വേറൊരാളുടെ പശുവിനെ നമ്മൾ വാങ്ങി 10,000 ഉറുപ്പിക എടുത്തിട്ട് വാങ്ങിയതിന് ശേഷമാണ് അത് മരിച്ചത് വെച്ചാലോ അപ്പം വല്ലാത്ത വിഷമമായി. എൻ്റേതായതിൻ്റെ ശേഷം വെച്ചാൽ ഇന്നലെ ആയിരുന്നു വെച്ചാലോ അത് കഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുന്നല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിയതിൻ്റെ ശേഷമാണ് വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ചു. എൻ്റെ ഭഗവാനെ എൻ്റെത് പോയി. അപ്പം ഈ എൻ്റേത് എന്നുള്ള ഭാവം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് അങ്ങനെ വല്ലാത്ത എന്തുണ്ടാവാൻ പാടില്ല, ഒരു കൂടിച്ചേരല ഉണ്ടാവാനായിട്ട് ഇതാ പാടില്ല. നന്നായിട്ട് ഇതാ ശ്രദ്ധിക്കണം. അത്രയൊക്കെ ഉള്ളൂ രോഗം എന്നുള്ള ഒരു ഭാവത്തിൽ. അല്ലാച്ചാലോ വല്ലാത്തതായിരിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് ഇതാ വരുന്നു. ഞാനാണ് ഇവരൊക്കെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാലോ നമ്മളൊന്നും ആരുമല്ല. ഒക്കെ ഈശ്വരൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടത്തും. അങ്ങനെ പ്രാരബ്ധ കർമ്മങ്ങളെ പറ്റിയിട്ട് ഇവിടെ പഞ്ചമ സ്കന്ധത്തിൽ ഇതാ വർണ്ണിച്ചു. പിന്നീട് ഭൂഗോളങ്ങളെ പറ്റിയിട്ട് വർണ്ണിച്ചു. അവസാനം നമ്മൾ നരകയാതനകളെ പറ്റിയിട്ടൊക്കെ കേട്ടു അല്ലേ. ഈ നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ മതി അല്ലേ. ഭഗവാന്റെ തിരുനാമം ജപിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് അവർക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും അവരതാ ബാധിക്കില്ല. ഇന്നലെ വരെ ഇവരെന്ത് ചെയ്തു എന്ന് നോക്കാതെ ഇന്ന് നാമം ജപിക്കാൻ തയ്യാറുണ്ടോ? എന്നാൽ അവരെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ആൾക്കാർ എന്ന് പറയുന്നു. ഇന്നലെ വരെ എന്ത് ചെയ്തു എന്ന് നോക്കണമില്ല, ഇന്ന് നാമം ജപിക്കാൻ തയ്യാറുണ്ടോ അല്ലേ. അതാണല്ലോ ഓടയിലൂടെ ഒഴുകുന്നതായ മലിനജലം ഗംഗാനദിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഓടയിലെ വെള്ളം എന്ന് പറയൂ? അങ്ങനെ പറയില്ല. എല്ലാവരും എന്തേ പറയൂ? ഗംഗാജലം എന്നേ പറയൂ അല്ലേ. അതേപോലെ ഭഗവാനോട് ബന്ധപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ കർമ്മങ്ങളും ശുദ്ധമായിട്ട് ഇതാ തീരണം. എന്ത് ചെയ്യണതും ഈശ്വരനോട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തായാലും ശരി അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലവരെന്ത് ചെയ്യും? ഭൂമി തൊട്ട് തലയിൽ വയ്ക്കും. ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ ശ്രീ കേശവായ നമ ഭഗവാന്റെ നാമതാ ജപിച്ചു, ദിവസം ആരംഭിച്ചു അല്ലേ. അത് കഴിഞ്ഞ് എവിടെയാണോ നമ്മളതാ കടന്നത് ആ സ്ഥാനത്ത് തന്നെ നമ്മൾ ചമ്രം പടിഞ്ഞിരുന്ന ഭഗവാന്റെ ആ അതിമനോഹരമായ സ്വരൂപത്തിനെ ഒരു 2 മിനിറ്റ് നേരം മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് ഇതാ പുറപ്പെടുമ്പോൾ കണ്ണടച്ച് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരം പട്ടാരൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗജ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ടം കെട്ടങ്ങെഴുതി ബോധിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മൈത്രി അണിഞ്ഞ ഭഗവാന്റെ ആ അതിമനോഹരമായ സ്വരൂപത്തിനെ അങ്ങനെ മനസ്സിലേക്ക് ധ്യാനിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഒരു ശാന്തി, ഇതൊരു സമാധാനമാണ് അവർക്ക് ജീവിതത്തിൽ അത് ഉണ്ടാവുന്നത് അല്ലേ. അത് കഴിഞ്ഞ് കുളിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് 7 പുണ്യ നദികളെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിച്ച് ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു
അപ്പോഴും ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്തുന്നു. സപ്തനദികളെ ഈ സ്നാനം എന്നുള്ളതായിരിക്കുന്ന കർമ്മവും ആരോട് ബന്ധപ്പെടുത്തി? ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്തി. അത് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെച്ചാൽ രാവിലെ തന്നെ അടുപ്പില് തീയത കൂട്ടാൻ പുറപ്പെട്ട സമയത്ത് ഗണപതി ഭഗവാനെ മനസ്സിലേക്ക് ഇതാ നന്നായിട്ട് ധ്യാനിച്ച് ഗണപതി ഹോമം, സ്ത്രീകളുടെ ഗണപതി ഹോമം എന്നാകുന്ന പറയുക. പുരുഷന്മാർ മാത്രമല്ല ഗണപതി ഹോമം ഇല്ല, സ്ത്രീകളുടെ ഗണപതി ഹോമം. അത് ആരോട് ബന്ധപ്പെടുത്തി? ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്താൻ സാധിക്കണം. ഇങ്ങനെ ഏത് കർമ്മവും നമ്മൾ ആ അടുപ്പിലെ പാത്രം വെച്ച് അതിൽ വെള്ളാക്കി അതിലിങ്ങനെ അരി ഇടുന്ന സമയത്ത് ചിലവരെന്ത് ചെയ്യും? ഒരു പിടി അരി കയ്യിലേക്ക് എടുത്താൽ അന്നപൂർണേശ്വരി ദേവി ചെറുകുന്നിൽ അമ്മയെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ച് അരിക്കിതാ അരിയിട്ടു. ആ കർമ്മവും ഭഗവാനോട് ബന്ധപ്പെടുത്തി. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കർമ്മവും ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്താനായിട്ട് ഇതാ സാധിക്കുമ്പോൾ അവർക്കിത് ആനന്ദം ഉണ്ടാവുന്നു, സന്തോഷം ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. അപ്പോൾ ഈ കർമ്മത്തിനെ ഭഗവാൻ ഇതാ ശ്രദ്ധിക്കുന്നില്ല. ഭഗവാൻ ഏത് കർമ്മമാണ് ഇവർ ചെയ്തത് എന്ന് നോക്കാതെ അവരെ തൻ്റെ അടുത്തേക്ക് ഇതാ കൂട്ടിക്കൊണ്ട് പോകണം. അതിന് ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ മതി. നാമം ജപിക്കാനായിട്ട് പുറപ്പെടുന്നതോട് കൂടിയിട്ട് നാവ് ശുദ്ധാവും. ഇന്നലെ വരെ ഈ നാവ് കൊണ്ട് എന്ത് ചെയ്തു എന്ന് നോക്കാതെ ഇന്ന് നാമം ജപിക്കാൻ തയ്യാറായാൽ അല്ലേ, അപ്പം ആ നാവ് ശുദ്ധമായിട്ട് ഇതാ മാറി. അതുകൊണ്ട് നാമം ജപിക്കൂ, നാമം ജപിക്കൂ. ആ നാമത്തിൻ്റെ മാഹാത്മ്യമാണ് ഷഷ്ടസ്കന്ധത്തിൽ അതാ വർണ്ണിക്കാനായിട്ട് പുറപ്പെടുന്നത്. ഷഷ്ടസ്കന്ധത്തിൻ്റെ ലക്ഷണം പോഷണം എന്നുള്ളതാണ്. പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ലേ, പോഷിപ്പിക്കും. നമ്മളെ ശരീരമൊക്കെ നല്ല പോഷണം ഉണ്ടാവണമെന്ന് വെച്ചാൽ എന്ത് വേണം? നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. നല്ല ഭക്ഷണം, ഞാൻ പറയുന്നില്ല ഭക്ഷണത്തിൻ്റെ പേര്, അങ്ങനെയുള്ള നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം നല്ല ശരീരമായിട്ട് മാറും. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവന് പോഷണം വേണമെച്ചാൽ എന്ത് വേണം? ജീവന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം. ജീവൻ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഭഗവത് സ്മൃതിയാണ് ആ ജീവൻ അതാ വേണ്ടത്. ജീവന് വേണ്ടത് എന്തൊക്കെയാണ്? അല്ലേ, അവനവന് വേണ്ടത് ഞാൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഞാൻ എന്ന് പറയുക? അല്ലേ, ആരെയാണ് ഞാൻ എന്ന് പറയുക? ഈ ശരീരത്തിനെയാണോ? നമ്മൾ കടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്താ പറയുക? ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി പറയും. അല്ലേ, ആരാ സുഖമായിട്ട് ഉറങ്ങി പറയണത്? കണ്ണാണോ? കണ്ണുറങ്ങിയിട്ടുണ്ടോ? മൂക്കാണോ? മൂക്കും ഉറങ്ങിയിട്ടുണ്ട്. കയ്യോ ഉറങ്ങിയിട്ടുണ്ടോ? കാലോ ഉറങ്ങിയിട്ടുണ്ടോ? എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ഉണർന്നിരിക്കുന്നു പറയും. ആരാ? എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ ഉണർന്നിരിക്കുന്നു. ആരാ ഉണർന്നിരിക്കുന്നത്? കള്ളനാണോ? ഭഗവാൻ. കള്ളന്മാരങ്ങനെ എല്ലാവരും ഉറങ്ങുമ്പോഴാണ് കള്ളൻ എഴുന്നേറ്റിരിക്കുന്നത്. ഒരു കള്ളൻ തന്നെയാണ്. ആരാണ്? അത് അവനവൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ജീവാത്മാവ്. അല്ലേ, ഇപ്പം ശരീരം എന്ത് ചെയ്യുന്നു നമ്മൾ അറിയണമെന്നില്ല. ശരീരത്തിൻ്റെ പ്രയാസങ്ങളൊന്നും നമ്മൾ അറിയണില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാത്ത ചുമള്ളതായിരിക്കുന്ന ഭർത്താവ്, ഭാര്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, മിണ്ടാതിരുന്നൂടെ മനുഷ്യ, സൗകര്യം. ഭാര്യ അവിടെ ഇരുന്ന് പറയുക, ഭർത്താവ് ഇയാൾ ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നേ. ഉറങ്ങി, സന്തോഷമായി. പിന്നെ ശബ്ദമില്ല, അതല്ലേ, മറന്നു, ശരീരത്തിനെ മറന്നു. അല്ലേ, ശ്രദ്ധിച്ചില്ലേ? പിന്നെ എപ്പോഴേ ഉള്ളൂ ഈ ചുമ എന്ന് പറഞ്ഞത്? രാവിലെ ഇയാൾ എണീറ്റാ തുടങ്ങി. അതല്ലേ, ഒക്കെ മറന്നു. ശരീരത്തിൻ്റെ രോഗം മറന്നു. ശരീരമാണ് ഞാൻ എന്നുള്ളത് തന്നെ നമ്മളിതാ മറന്നു. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് ആരാണ്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ജീവാത്മാവാണ്. ആ ജീവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് വേണ്ടതായിരിക്കുന്ന കർമ്മം, ജീവന് വേണ്ടതായിരിക്കുന്ന കർമ്മം, ജീവന് പോഷണം കിട്ടുന്നതായിരിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഈശ്വര സ്മൃതി. അല്ലേ, രാവിലെ നേരത്തെ എണീക്കുന്ന സമയത്ത് ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, അടുത്ത അമ്പലം വെച്ച് അമ്പലത്തിലേക്ക് വരിക, പ്രദക്ഷിണം ചെയ്യുക, ഭഗവാനെ കാണുക. എപ്പോഴും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് അങ്ങനെ ജീവിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാലോ അതിനാണ് പോഷണം എന്നതാ പറയാം. പോഷണസ്തു അനുഗ്രഹ, ഭഗവാന്റെ എന്തെന്നില്ലാത്ത അനുഗ്രഹത്തിനാണ് പോഷണം എന്നതാ പറയുന്നത്. ആ അനുഗ്രഹമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പം അനുഗ്രഹം ഉണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൽ ആദ്യത്തെ പടിയാണ് തിരുനാമം ജപിക്കുക എന്നുള്ളത്. ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടാൽ മതി. നാമം ജപിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ ആലോചിച്ച് നോക്കൂലേ? നമ്മളങ്ങനെ രാവിലെ എടുക്കും വൈകുന്നേരം വരെ ഇങ്ങനെ നാമം ജപിക്കുക വിചാരിക്കും. നാമം ജപിക്കാതിരിക്കുക വെച്ചാലോ? അല്ലേ, അപ്പോൾ നാവുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു നമ്മൾ, അല്ലേ, ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അല്ലേ, അതാണല്ലോ പല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാവിനോട് പറയൂ, അത്രേ നാവേ നമുക്ക് ഓരോന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. അതിൻ്റെ പരിണത ഫലം ആർക്കാ കിട്ടുക? പല്ല് പോവും. അത് തന്നെ ഇല്ലാച്ചാൽ പറഞ്ഞു വേണ്ട കേട്ടോ, പല്ലങ്ങോട്ട് പോവും. അല്ലേ,
അതാണ് നാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ല് ഇടയ്ക്കിടയ്ക്ക് നാവിനോട് പറയും, നാവേ മിണ്ടാതിരിക്കണേ 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 എന്നല്ലേ. ചിലപ്പോൾ ഈ പല്ല് പറയുന്നത് നാവ് കേൾക്കുന്നല്ലേ. അപ്പോൾ പല്ലെന്താ ചെയ്യാറ്? നാവിനൊരു കടിയുടി മുക്കൂത്രേ, മിണ്ടാതിരിക്കും. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറിയാതെ പല്ലുകൊണ്ട് നാവിനെ കടിച്ച് എന്ത് മനസ്സിലാക്കണം? നീ മിണ്ടാതിരിക്കണം, മിണ്ടാതിരിക്കണം അല്ലേ. പറയുന്നത് ശരിയാവണില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, എന്ത് പറഞ്ഞാലും അപകടം, എന്ത് പറഞ്ഞാലും അടിപിടിയായിട്ട് പറയും, എന്ത് പറഞ്ഞാലും നേരെയാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്തേ മിണ്ടാതിരിക്കുക നിവൃത്തിയുള്ളൂ. എല്ലാവരും മിണ്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നു അല്ലേ. ഇപ്പോൾ രാവിലെ ഒരു 2 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ വെച്ചാൽ 12:30 എഴുന്നേറ്റ്, രാത്രി 12:30 മണിക്ക് എണീറ്റ് തൻ്റെ വീടിൻ്റെ പുറത്തങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. എന്തൊരു ശാന്തിയാല്, ഇവിടുന്ന് ഒരു ശബ്ദമില്ല, ഇവിടുന്ന് ഒരു ശബ്ദവും ഇല്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു ശാന്തിയാലേ. നോക്കിയില്ലേ അങ്ങനെ. രാത്രി 12:30 എണീറ്റ് ആരും പോയി നോക്കണ്ട കേട്ടോ. ഇവിടെ രാവിലെ എണീറ്റ് പോയിട്ട് തന്നെ അപകടം. ഇപ്പോൾ രാത്രി കൂടി എണീറ്റ് ഇങ്ങനെ പുറത്ത് നോക്കി കഴിഞ്ഞിട്ട് വെച്ചാൽ അവര് അങ്ങനെ എവിടെ ഒരു ശബ്ദവും ഇല്ലാച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുകയെ. ഇങ്ങനെ ശബ്ദം ഇങ്ങനെ കൂടി വരുന്ന സമയത്താണ്. അപ്പോൾ ഈ നാവ് കൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ആർക്കും യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ ആ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളതാണ്. അതിലംഘിത മര്യാദ ഭക്ത രക്ഷണ ലക്ഷണം പോഷണം ഉച്യതേ. പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലംഘിത മര്യാദ. ഭഗവാൻ തൻ്റെ ഇതുവരെയുള്ളതായിരിക്കുന്ന നിയമങ്ങളെയൊക്കെ മാറ്റി ഒരു പുതിയ നിയമം ആർക്ക് വേണ്ടിയിട്ട്? അത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത്, നാമം ജപിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുതിയതായിരിക്കുന്ന നിയമത്തിനെ ഭഗവാൻ ഇതാ കൊണ്ടുവന്നു. അതിനാണ് പോഷണം എന്നതാ പറയുക. അതിലംഘിത മര്യാദ ഭക്ത രക്ഷണ ലക്ഷണം. ഭക്തനെ അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാരുടെ പ്രത്യേകത എന്താ? ഒരാൾക്ക് ഭക്തി ഇങ്ങനെ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ അയാളെ കർമ്മത്തിനെ ഭഗവാൻ നോക്കില്ല. ഇന്നലെ വരെ എന്ത് ചെയ്തു, ഇന്നലെ വരെ എന്ത് ചെയ്തു, അത് കണ്ണടക്കി ഉത്തരം കേട്ടോ. ഇങ്ങനെ ഒരു ഭഗവാനെ വേറെ എവിടെയെങ്കിലും കണ്ടുണ്ടോ? ഇന്നലെ വരെ നമ്മളാണ് സ്ഥിതി ആലോചിച്ച് നോക്കൂലേ. നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ നല്ലത് വർത്തമാനം പറയാൻ പുറപ്പെട്ട കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നീ അതല്ലല്ലോ പറഞ്ഞത്, മിനിയാന്ന് ഇങ്ങനെയായിരുന്നില്ലല്ലോ. നമ്മൾ ഓരോ ചരിത്രങ്ങൾ, പഴയ ചരിത്രങ്ങൾ അവിടെ വെച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് പറയാൻ പറ്റുന്ന ഭഗവാന്റെ സ്ഥിതിയോ? ഭഗവാൻ അതൊന്നും നോക്കില്ല. അത്ര ഇന്നലെ വരെ എന്തായിരുന്നു, ഇന്നലെ ഈ നാവുകൊണ്ട് എന്ത് കഴിച്ചു, ഇന്നലെ ഈ നാവുകൊണ്ട് ആരൊക്കെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞതൊന്നും ഭഗവാൻ. എന്നാലും നീ ഇന്ന് നാമം ജപിക്കാൻ പുറപ്പെട്ടില്ലേ, സന്തോഷമായത് ആ ഭഗവാൻ നാമം. അതിനാണ് അനുഗ്രഹം എന്ന് പറയാം. ഇങ്ങനെ ലക്ഷണം ഭക്തന്മാരെ ഭഗവാനത രക്ഷിക്കുന്നു. അതിൽ ആദ്യം തന്നെ അജാമിളന്റെ ചരിത്രമാണ് വർണ്ണിക്കണം. നിവൃത്തിമാർഗ കഥിത ആദോ ഭഗവതായുധ. നിവൃത്തിമാർഗ, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഒരാൾക്ക് 2 മാർഗമാണുള്ളത്. ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റൊന്ന് നിവൃത്തി മാർഗം. ഇപ്പോൾ പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഭാര്യയാണ്, ഭർത്താവാണ്, അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, ഉദ്യോഗസ്ഥനാണ്. ഓരോ കർമ്മങ്ങൾ ഭഗവാൻ നമുക്കിതാ തന്നിട്ടുണ്ട്. ആ കർമ്മത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ കൂട്ടിച്ചേർക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചെയ്യുന്നതായിരിക്കുന്ന കർമ്മത്തിലൊക്കെ ഇങ്ങനെ ഈശ്വരൻ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ പുറപ്പെട്ടാൽ മതി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദോശ ഉണ്ടാക്കുമ്പോൾ ഹരേ രാമ രാമ രാമ. എന്ത് കർമ്മത്തിലും ഭഗവാനെ കൂട്ടിച്ചേർത്താം അല്ലേ. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തായാലും ഇവിടെ കഴിക്കുന്ന സമയത്ത് വേണ്ട കേട്ടോ. എന്ത് കർമ്മം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിച്ച് ഈശ്വരനോട് ബന്ധപ്പെടും. ഇത് ഭഗവാൻ തന്നതാട്ടോ എനിക്കല്ലേ, ഇതൊക്കെ ഈശ്വരൻ തന്നതാണെന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഭഗവാനെ ബന്ധപ്പെടുത്തുന്നതോടുകൂടി, ഇതിനാണ് പ്രവൃത്തി മാർഗം എന്ന് പറയും. ഭഗവാൻ എനിക്ക് നല്ലൊരു ജന്മം തന്നു, നല്ല കണ്ണ് ഭഗവാൻ തന്നുകൊണ്ടല്ലേ എനിക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണില്ലാത്ത എത്ര ആൾക്കാരുണ്ട്, ആലോചിച്ച് നടക്കാൻ വയ്യാത്ത എത്ര ആൾക്കാരുണ്ട് ലോകത്തല്ലേ. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഭഗവാൻ നമുക്ക് അനുവദിച്ച് തന്നതിനെ പറ്റിയിട്ട് അങ്ങനെ എന്നും ഭഗവാൻ എടുത്ത് പോയിട്ട് എന്ത് വേണം? ഭഗവാനോട് താങ്ക്സ് ഭഗവാൻ. എന്താ നീ വന്നത്? ഇവിടുന്ന് ഭഗവാൻ ശ്രീകോവിൽ ചോദിക്കുക അടുക്കുക എന്തേ വന്നതൊന്നും ഒരു താങ്ക്സ് പറയാനുണ്ടായിരുന്നു കേട്ടോ ഭഗവാൻ. അതെ എന്തേ, എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതെ അനുവദിച്ചതുകൊണ്ടാട്ടോ അല്ലേ. ഭഗവാനെ അന്നതാ എനിക്ക് അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് നടക്കാൻ സാധിക്കുന്നത് അല്ലേ. രാവിലെ ആയിട്ട് എഴുന്നേൽക്കാത്ത എത്ര ആൾക്കാരുണ്ട്. തലേ ദിവസം അലാറം വെച്ച് കിടന്നോളും, പിറ്റേ ദിവസം ആകുമ്പോൾ അലാറം കേൾക്കുന്ന വിചാരിക്കുക, എന്താ ചെയ്യുക? കേൾക്കണില്ല, കേൾക്കാൻ ഇല്ല, ആള് പോയി ഇവിടുന്ന് യാത്രയായില്ലേ. അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട്. ഇങ്ങനെ ഭഗവാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമുക്കിതാ സാധിക്കുന്നത്.
എന്ത് വേണം? താഴോട്ട് നോക്കി നടക്കണം എന്ന് പറയും. ഒരിക്കലും മേലോട്ട് നോക്കി നടക്കാൻ പാടില്ല. കിട്ടിയതായിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ അതല്ലേ വേണ്ടത് ജീവിതത്തിൽ. ചില ആൾക്കാർ ചില വീട്ടിലേക്കൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വലിയ ടി വി ഒക്കെ നോക്കൂത്ത് 50,000 റുപ്യേൻ്റെ ടി വി. അയ്യോ എൻ്റെ ഭഗവാനെ, ഇങ്ങനത്തെ ടി വിക്കില്ലല്ലോ ഭഗവാനെ, ഇങ്ങനത്തെ ടി വിക്കില്ലല്ലോ. പിന്നെ അത് തന്നെയായി ചിന്ത, അതില്ലല്ലോ ഭഗവാനെ, അതില്ലല്ലോ ഭഗവാനെ അല്ലേ. അപ്പോൾ എന്താ ആലോചിക്കണം? ടി വി ഇല്ലാതെ ചില വീടൊക്കെ ഉണ്ട് അല്ലേ. ടി വി ഇല്ലാതെ എത്ര വീടുണ്ടെന്നാ. ഭക്ഷണം കഴിക്കാനില്ലാത്തതായിരിക്കുന്ന എത്ര വീടുകളുണ്ട്. നമുക്കിന്നിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തരായി, രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് തരായില്ലേ. ഒരു പ്രയാസവും ഇല്ലാതെ ഭക്ഷണം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ എന്ത് വേണം? പല്ല് വേണം, നാവ് വേണം. ഇതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ എത്ര കൃത്യമായിട്ട് എത്ര ആൾക്കാരുണ്ട് ലോകത്തിലെ. ഇവരൊക്കെ ഈ ഭഗവാൻ ഇതാ നിയന്ത്രിക്കണ്ടേ. അവരവരുടെ കർമ്മത്തിനനുസരിച്ച് എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഭഗവാൻ ഒന്ന് ആലോചിച്ച് നോക്കൂലേ. ഓരോ കാര്യം നേരെയാക്കാൻ വേണ്ടി നമ്മൾ തന്നെ വീട്ടിൽ പല ജോലികളുണ്ട് വെച്ചാൽ എത്ര ആൾക്കാരുണ്ടാവും. ഈ ഭഗവാൻ എത്ര ആൾക്കാരെ കൊണ്ടാണ് അവരൊക്കെയാണ് ഈ ദേവന്മാർ എന്ന് പറയുന്നത്. ഒക്കെ ഭഗവാന്റെ ജോലിക്കാരെ. അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യം. കണ്ണിനൊരു ദേവനുണ്ട്, അതേപോലെ ആ മൂക്കിന് വേറൊരു ദേവനുണ്ട്, കയ്യിന് വേറൊരു ദേവനുണ്ട്. ഇങ്ങനെ എല്ലാവിധ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവന്മാരെ ഭഗവാൻ എങ്ങനെ ഏർപ്പാടാക്കിയത്. അവരൊക്കെ ഇങ്ങനെ വിപരീതമായി കഴിഞ്ഞാൽ പ്രയാസമാണ് അല്ലേ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് അനുകൂലമാവുന്നതിൻ്റെ കാരണക്കാരൻ ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാനോടല്ലേ നമ്മൾ എപ്പോഴും പോയിട്ട് താങ്ക്സ് പറയേണ്ടത്. എന്നിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ആലോചിച്ചു, ആരെങ്കിലും പറയാറുണ്ടോ? നന്നായിട്ടോ ഭഗവാൻ. പൂജാമുറിയിലും പോയിട്ട് ഭഗവാനെ സന്തോഷമായിട്ടോ, ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി, ഇന്ന് നന്നായിട്ട് നടക്കാൻ പറ്റി ഭഗവാനില്ലേ. ഇത് ആരെങ്കിലും പറയുക പതിവുണ്ടോ? നമ്മൾ ഭഗവാനോട് നല്ല ആരോടും പറയില്ല. അതാണ് അല്ലേ. ഭർത്താവിനോട് പറയാറുണ്ടോ താങ്ക്സ്? ഇടയ്ക്കിടയ്ക്ക് പറയണം ഭർത്താവിനോട് താങ്ക്സ്. ഭാര്യനോടൊക്കെ ഇടയ്ക്ക് താങ്ക്സ് എന്ന് പറയും. ഭാര്യയൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ പറയും ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ചിലപ്പോൾ ഉപ്പൊക്കെ നല്ലോണം ഉണ്ടാവും, എന്നാലും അതെ. അപ്പോൾ ഈ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് എന്ത് വേണം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭഗവാൻ നമുക്ക് അനുവദിച്ച് തന്നതായ കാര്യത്തിനെ പറ്റിയിട്ട് അങ്ങനെ നന്നായിട്ടോ ഭഗവാനെ, നന്നായിട്ടോ ഭഗവാനെ. അതിനാണ് അനുഗ്രഹം എന്ന് പറയുക. ആ അനുഗ്രഹമാണ് ജീവിതത്തിൽ അതാ ഉണ്ടാവേണ്ടത്. ആ അനുഗ്രഹത്തിൻ്റെ കഥയാണത് വർണ്ണിച്ചതാ വരുന്നത്. അജാമിളൻ്റെ ചരിത്രം, അതിൻ്റെ പ്രവൃത്തി മാർഗം എന്നതാ പറയുന്നു. ഈ നിവൃത്തി മാർഗം എന്ന് പറഞ്ഞിട്ട് വെച്ചാലോ എല്ലാ കാര്യത്തിനെയും നമ്മൾ നോക്കണം. ഒരു പ്രവൃത്തിയിലും ശ്രദ്ധയില്ലാതെ ഏതെങ്കിലും പർവ്വതത്തിന് മുകളിലൊക്കെ അങ്ങനെ പോയി കണ്ണും മൂക്കൊക്കെ അടച്ച് ഭഗവാനെ തന്നെ മനസ്സിലേക്ക് ഇതാ ധ്യാനിച്ച് അവർക്ക് ആരോട് യാതൊരു ബന്ധവുമില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, കുട്ടികളില്ല, ബന്ധുക്കളില്ല, ആരോടും ഒരു ബന്ധുവില്ല, ഒന്നുമില്ല. ഒരു ചിന്താഗതി ഇല്ലാതെ ഈശ്വരനെ മാത്രം ചിന്തിക്കുന്നതിനാണെന്ന് പറയുക നിവൃത്തി മാർഗം എന്നതാ പറയുക. അവർക്കിപ്പോൾ ഞാൻ APL ആണ്, ഭഗവാനെ ഒന്ന് BPL ആക്കി തരണേ, ഒന്ന് BPL ആക്കി തരണേ. അയ്യോ ഭഗവാനെ എനിക്ക് BPL കാർഡാണ്, APL ആക്കി തരണേ ഭഗവാൻ. അങ്ങനെയൊന്നും ചിന്താഗതിയൊന്നും ഇല്ല. അത് ആരെ മാത്രം ചിന്തിക്കണം? ഭഗവാനെ മാത്രം ചിന്തിച്ച് ഈ ലോകത്തിനോട് യാതൊരു ബന്ധവും ഇല്ലാതെ ഈശ്വരനെ മാത്രം ചിന്തിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന മാർഗത്തിനാണ് നിവൃത്തി മാർഗം എന്ന് പറയും. ഇങ്ങനെ രണ്ട് മാർഗങ്ങളിലൂടെ ഒരാൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരാം. രണ്ടും നല്ല മാർഗം തന്നെയാണ്. എന്ത് വേണം? അതിനനുസരിച്ച് ഈശ്വരനെ ഉപാസിക്കണം. അത്രയും പ്രവൃത്തി മാർഗം നല്ലതല്ലേ? എല്ലാ ജോലിയും നല്ലതന്നെ. ഏത് ജോലിയാണ് മോശമായിട്ടുള്ളതല്ലേ? പല ആൾക്കാർക്കും ഒരു ധാരണ ഉണ്ട്. ഓഫീസിൽ ഇരിക്കണം, ബാങ്ക് ഓഫീസറായിട്ടിരിക്കും, അത് ഏറ്റവും കരമായിട്ടുള്ള ജോലിയാട്ടോ. അവിടെ അങ്ങനെ അടിച്ചു തരുന്നത് ഭഗവാനല്ലേ? അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലിയും നല്ലത് തന്നെയല്ലേ? നല്ല ജോലിയല്ലേ? അടിച്ചു വരുന്ന ജോലി പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ഇന്നലെ ഒരു കഥ കേട്ടല്ലോ. വൈകുണ്ഠം എന്നും അടിച്ചു വരുന്ന ഒരു സ്ത്രീയുടെ കഥ. ആരാ? മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ ജോലി എന്താണ്? സമ്മാർജതീവ യദനുഗ്രഹണ. സമ്മാർജതീവ, മാർജനം ചെയ്യാൻ. അടിച്ചു വാരുക എന്നുള്ളതാണ് മഹാലക്ഷ്മിയുടെ ജോലിയിൽ. അടിച്ചു വാരുന്ന ജോലി എത്ര നല്ല ജോലിയാണ്, നല്ല ജോലിയാണ്. പല ആൾക്കാരും പറഞ്ഞു അത്ര നല്ല ജോലി അല്ലാതെ. അപ്പോൾ അടിച്ചു വരുന്ന ആ ബാങ്കിലുള്ള ആൾക്കാർ അടിച്ചു വരുന്ന അവരെല്ലാവരും കൂടി തീരുമാനിച്ചിരുന്ന ശരി നല്ല ജോലിയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പം കാണിച്ചതാണ്. അവരെല്ലാവരും കൂടിയാണ് സമരം ചെയ്തത്. അത്രേ കാണട്ടെ അടിച്ചു വരുന്നത് നല്ല ജോലിയാണോ അല്ലയോ എന്നുള്ള. പിറ്റേ ദിവസം അടിച്ചു തരിയില്ല, അതിൻ്റെ പിറ്റേ ദിവസം അടിച്ചു വരിയില്ല, അതിൻ്റെ പിറ്റേ ദിവസം അടിച്ചു വാരിയില്ല. അടിച്ചു വാരില്ല എന്ന് മാത്രമല്ല, അടിച്ചു വരുന്ന സാധനം തൊടാൻ ഒരാൾ സമ്മതിക്കില്ല പറഞ്ഞു. അത്രേ അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിലെ ആ ഉദ്യോഗസ്ഥല്ലേ നേരെ മേലെ കയറിയിരിക്കുന്ന ഒരാൾ അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? അയാൾ തന്നെ അടിച്ചു വാരുന്ന സാധനം എടുത്ത് വന്ന് അടിച്ചു വാരി അത് തന്നെ
ഏത് ജോലിയാണ് നല്ലതല്ലാത്തത്? എല്ലാ ജോലിയും നല്ലത്. അവനവന് കിട്ടിയതായിരുന്ന ആ ജോലി ഭഗവാൻ തന്നതാണ് എന്നുള്ള രീതിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മളിതാ ചെയ്തു കഴിഞ്ഞാലോ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിനാണ് പ്രവൃത്തി മാർഗം എന്നതാ പറയുക. അപ്പം നിവൃത്തി മാർഗത്തിലൂടെയും പ്രവൃത്തി മാർഗത്തിലൂടെയും ഒരാൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കണം. നാനോഗ്രയാതന അന്നേയ തന്മേ വ്യാഖ്യാത്മരഹസി. അനവധി കാര്യങ്ങൾ അങ്ങതാ എന്നോടതാ പറഞ്ഞു തന്നില്ലേ. അധുനേഹ മഹാഭാഗ, അങ്ങതാ ഇപ്പോൾ നരകയാതനകൾ അനുഭവിക്കാനുള്ള നരകലോകത്തിനെ പറ്റി കൂടി ഇതാ പറഞ്ഞു തന്നു. ആ നരകത്തിലേക്ക് പോവാതിരിക്കാൻ എന്താ വേണ്ടത്? സകലന്മന കൃഷ്ണപദാരവിന്ദയോർ നിവേശിതം തദ്ഗുണരാഗിയേരിഹ നതേയമം പാശവൃതശ്ച തദ്ഭടാൻ സ്വപ്നേപി പശ്യന്തി ചേർന്ന നിഷ്കൃത. ഭഗവാന്റെ ആ തിരുനാമത്തിനെയോ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെയോ മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വപ്നേപി പശ്യന്തി, യമധർമ്മരാജാവിനെയോ ധർമ്മരാജാവിൻ്റെ ഭടന്മാരെയോ നിങ്ങൾക്ക് എന്താ സ്വപ്നത്തിന് പോലും കാണേണ്ടതായിട്ട് ഇതാ വരിക. രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഞെട്ടി ഉണരില്ല എന്നർത്ഥം. ഒരു പ്രയാസമില്ലാത്ത സുഖമായിട്ട് സുന്ദരമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇതാ കടന്നുറങ്ങാൻ സാധിക്കുന്നു. ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, അതല്ലേ വേണ്ടത്. അതിനല്ലേ നമ്മളിതാ വീടുണ്ടാക്കണത്. ആലോചിച്ച് പോലെ എത്ര മെനക്കെട്ടിട്ടാണ് ഒരാൾ വീടുണ്ടാക്കണത്. എന്നാ വീടുണ്ടാക്കി കഴിഞ്ഞാലും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടോ വീട്ടിൽ? കണ്ടാൽ ഉറക്കം വരണ്ട, കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം? ഉറക്കം മാത്രമല്ല. 12 മണിക്ക് ഉറക്കല്ല, 2 മണിക്ക് ഉറക്കല്ല, 3 മണിക്ക് ഉറക്കല്ല. എന്തേ നീ ഉറങ്ങിയില്ലേ? നിങ്ങൾ ഉറങ്ങിയില്ലേ മനുഷ്യ? ഉറക്കല്ല. അത് തന്നെ അല്ലേ? ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വീടുണ്ടാകുന്നത്. അപ്പോൾ വീടില്ലാത്ത ആൾക്കാർ എത്ര സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങിടും. ആലോചിച്ച് നോക്കൂലേ? അവരെവിടെ കിടന്നാലും, ചില ആൾക്കാർ എവിടെ കിടന്നാലും ഉറക്കത് അത് മാത്രമല്ല ജീവിതത്തിൽ. എന്താണ്? ഭഗവാന്റെ അനുവാദം വേണം, എന്നാലേ സാധിക്കുള്ളൂ. ഇവിടെ ഭഗവാനെ ഉപാസിക്കുന്നതായ ഒരാൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നു. സ്വപ്നേ വിപശ്യന്തി ചേർന്ന നിഷ്കൃത അത്ര പിതാഹരന്തീമതിഹാസം പുരാതനം ദൂതാനാം വിഷ്ണുയമയോ സംവാദസ്ഥം നിബോധമേ. അവിടെ യമധർമ്മരാജാവിൻ്റെ ആളുകളും സാക്ഷാൽ മഹാദേവന്റെ ആളുകളും തമ്മിൽ ഒരു ചെറിയ സംവാദം ഉണ്ടായ കഥ ഞാനിത് അങ്ങയോട് പറഞ്ഞുതരാ. ഇതാണ് അജാമിളന്റെ ചരിത്രം. അജാമിളൻ എന്ന് പറഞ്ഞാൽ തന്നെ ആജന്മം ആമരണം അഭ്യസ്ത മഹാപാതകം അജാമിള. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ മഹാപാപം മാത്രം ചെയ്ത ആൾക്കാരെയാണ് അജാമിളൻ എന്ന് പറയുന്നത്. ചെയ്യുന്നത് മുഴുവനും പാപാതകം. അങ്ങനെയുള്ള ആൾക്കാർ അജാമിളൻ എന്ന് എന്താ പറയുന്നു? ജാമി എന്ന് പറഞ്ഞാൽ നല്ല സ്ത്രീ. അജാമി എന്ന് പറഞ്ഞാലോ നല്ലതല്ലാത്ത സ്ത്രീ എന്നർത്ഥം. അജാമിളൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നല്ലതല്ലാത്ത സ്ത്രീയോട് കൂടിയവൻ എന്നർത്ഥം. അല്ലേ? അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ദിവസമേ പറഞ്ഞില്ലേ. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അടങ്ങിയതായ ഈ പ്രകൃതിയെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന പുരുഷനും സ്ത്രീയും അല്ല. ഈ പ്രകൃതിയിൽ എന്തുണ്ട്? നല്ലതുണ്ട്, ചീത്തതുണ്ട്. ചില ആളുകളോ എന്തിനും ചീത്തതിനെ മാത്രം കാണും, അത്രേ, നല്ലതിനെ ഒരിക്കലും കാണില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ന് പറയുക അജാമിളൻ എന്നതാ പറയുക. പിന്നെ അജയാമിളനും മായയോട് കൂടി ചെയ്യുക. ഈ മായയാണ് സത്യം. ഇന്ന് ഈ കാണുന്നതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ചാൽ അയാൾ ആരായി? അയാളെയാണ് അജാമിളൻ എന്നതാ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആരാ അജാമിളൻ? നമ്മളെ പോലുള്ള ആൾക്കാരെയാണ് അജാമിളൻ എന്നതാ പറയുന്നത്. അതൊക്കെ സത്യമാണ് നമ്മൾ വിചാരിക്കണല്ലേ. നമ്മളെ പോലുള്ള ആൾക്കാരെയാണ് അജാമിളൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ഒരു കഥാരൂപത്തിലാണ് വർണ്ണിക്കുന്നത്. അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണമൊക്കെ കഴിച്ചു. വീടുകളിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതിന് ചമതിയൊക്കെ വേണം, ദർഭപ്പുല്ലൊക്കെ വേണം. അതൊക്കെ കിട്ടാൻ വേണ്ടി കാട്ടിൽ പോയി. കാട്ടിലെത്തിയ സമയത്ത് നല്ലൊരു പാട്ട് കേട്ടു അത്രേ. പാട്ട് കേട്ട സമയത്ത് ചെവി മെല്ലെ കണ്ണനോട് പറഞ്ഞു, ഇത്ര നന്നായിട്ട് ആ സ്ത്രീ പാട്ട് പാടുന്നുണ്ട് വെച്ചാൽ ആ സ്ത്രീയെ കാണാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ കണ്ണെ, നമുക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടോ ചോദിച്ചു അത്രേ. കണ്ണ് മെല്ലെ ചെവിനോടൊന്നും പറയാതെ കാലിനോട് ചോദിച്ചു, കാലെ നിൻ്റെ അഭിപ്രായം എന്താ, നീ വരുന്നുണ്ടോ ചോദിച്ചു അത്രേ. എന്തിനു പറയണു? ആ കാലും കൂട്ടത്തിൽ ഏതാ പോയി. ഇപ്പോൾ കയ്യും കാലും കണ്ണും ഒക്കെ പാടെ ആരുടെ അടുത്താണ് നിൽക്കുന്നത്? ഒരു ചീത്ത സ്ത്രീൻ്റെ അടുത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചീത്ത ഭാവത്തിനാണ് എന്ത് പറയുന്നത്? സ്ത്രീഭാവം എന്നതാ പറയുന്നത്. അതിൽ പലതും നല്ലതുണ്ടായിരുന്നു, നല്ലതിലേക്ക് മാത്രം നോക്കണില്ല അത്രേ. ഇങ്ങനെ ചീത്തതായിരിക്കുന്ന ഭാവത്തിലേക്ക്, തനിക്ക് ഇഷ്ടമില്ലാത്ത, തനിക്ക് വേണ്ടാത്തതായ, തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യത്തിലേക്ക് മാത്രം ഈ ഇന്ദ്രിയങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ടതാ നിവർത്തിച്ചോളേ. ഞാൻ ഒരു പശ്ചാത്താപം ഉണ്ടായാൽ മതിയായിരുന്നു, ചെയ്യാൻ പാടില്ല എന്നുള്ളത്.
പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്തതായിരിക്കുന്ന കാര്യം ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് തോന്നി, അതിനാണ് പശ്ചാത്താപം. പശ്ചാത്തപിക്കുക എന്നർത്ഥം. അയ്യോ ചെയ്യേണ്ടില്ലായിരുന്നു കേട്ടോ അല്ലേ? ആ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണയ്ക്ക് നടക്കുന്ന സമയത്ത് പതിവുണ്ടല്ലോ അല്ലെ, അറിയാതെ ഒരാളെ ചവിട്ടിപ്പോയി. അപ്പോൾ ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ അയാളെ തൊട്ട് തലയിൽ വെച്ചു അല്ലേ? അപ്പോൾ തൊട്ട് തലയിൽ വെച്ച സമയത്ത് ചവിട്ടി കിട്ടിയ ആൾ പറഞ്ഞു, നിങ്ങൾ അറിയാതെ ഇങ്ങനെ നടക്കണം, അയാൾ നല്ല ആളായിരുന്നു അത്രേ. നിങ്ങളിങ്ങനെ അറിയാതെ നടക്കണതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എന്നെ കാലുകൊണ്ട് ചവിട്ടി തൊട്ട് അതിനൊന്നും ആവശ്യമില്ല പറഞ്ഞു അത്രേ ഇയാൾ. അപ്പോൾ ഈ ചവിട്ടിയാൾക്ക് തോന്നി എന്ത്, ഇയാളെ ചവിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൊടുത്തു ഒരു ചവിട്ട് കൊടുക്കാം. ഇതാണ് സാധാരണ നമ്മളുടെ സ്ഥിതി. എങ്ങനെ ആനയെ കുളിപ്പിച്ചിരുത്തുന്നത് പോലെയാണ് എന്ന് പറയും. ആനയെ കുളിപ്പിച്ചിരുത്തി കഴിഞ്ഞാലുള്ള സ്ഥിതി നമുക്കറിയാലോ അല്ലേ? പത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ തൃപ്തനാകും, നിത്യവും സ്വച്ഛജലം കൊണ്ടിങ്ങോ കുളിച്ചാലും. ഏറ്റവും നല്ല വെള്ളം കൊണ്ട് കുളി കഴിഞ്ഞിട്ട് വെച്ചാലും ആനയ്ക്ക് എന്താണ് സുഖം? ആനയ്ക്ക് മണ്ണ് വാരിടാൻ തന്നെയാണ് ആനയ്ക്കിതാ ഇഷ്ടം. ഇതേപോലെയാണ് സാധാരണ മനുഷ്യന്മാരുടെ സ്ഥിതി. ഈ അജാമിള ബ്രാഹ്മണന് ആ സമയത്ത് ആ സ്ത്രീയെ കണ്ട സമയത്ത് കണ്ണടച്ചിങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തില്ല? പശ്ചാത്തപിച്ചില്ല. ഇനി ഇത് ചെയ്യില്ല എന്ന് അയാൾ വിചാരിച്ചില്ല. അദ്ദേഹം അപ്പം തന്നെ അവിടെ എന്ത് വേണം? മുളയിൽ നുള്ളിക്കളയണം എന്ന് പറയും. വേണ്ടാത്ത കാര്യങ്ങൾ എന്ത് വേണം? അവിടെ തന്നെ വെച്ച് അതാണ്ട് ഒരു ചെറിയ കുട്ടി വലിയ കള്ളനായി. പോലീസുകാരൊക്കെ പാടതാവും. അന്ന് ഇയാളെ അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് കരയണ സമയത്ത് ആ കുട്ടി അമ്മയോട് എന്താ പറഞ്ഞത് അറിയൂ? അമ്മ കരയാനായിട്ട് പാടില്ല. എന്താ അമ്മ കരയാൻ പാടില്ല എന്ന് പറയാം? അമ്മ ചോദിച്ചു, എന്താ കരയാൻ പാടില്ല എന്ന് പറയണത്? എൻ്റെ മകനല്ലേ നീ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ? അമ്മേ, എന്നെ കള്ളനാക്കിയത് ആരാ? അമ്മ തന്നെയാണ് പറഞ്ഞത്. അതെന്താ നീ എങ്ങനെ പറയണത്? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് ഒരു പെൻസിൽ എടുത്ത സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അന്ന് അമ്മ എന്നോടത് പറഞ്ഞിരുന്നു വെച്ചാൽ, അങ്ങനെയാണ് എന്നെ വളർത്തി കൊണ്ടുവന്നിരുന്നു വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു കള്ളനാവില്ലായിരുന്നു. ചെറിയ കാര്യങ്ങൾ എന്ത് വേണം? ചിലതൊക്കെ മുളയിൽ നിന്ന് തന്നെ കളയേണ്ടതാണ്. അത് അമ്മ ചെയ്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പശ്ചാത്താപം. ഇയാള് പിന്നെയും ഇത് തന്നെ ആലോചിച്ചു അത്രേ. പിറ്റേ രാവിലെ നേരത്തെ നീറ്റ് അജാമിള ബ്രാഹ്മണ കുളിച്ചോ ഇല്ലയോ അറിയില്ല. അയാൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. ആ സ്ത്രീയോട് പറഞ്ഞു, ഇന്ന് മുതലേ ഞാൻ എൻ്റെ കൂട്ടത്തിൽ. അയ്യോ, അങ്ങേപ്പോലെ വലിയ ആൾക്കാർ വരുന്ന സ്ഥലമല്ല അത്. എനിക്കിങ്ങനെ ഒരു പ്രത്യേക ആൾക്കാരോട് ഒരു പ്രത്യേക സ്നേഹം അങ്ങനെയൊന്നുമില്ല. ആര് വന്നു വെച്ചാൽ അവരുടെ ഞാൻ ഫോട്ടോനെ നോക്കിയാൽ മതി, അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാൽ മതി, അയാളുടെ പോക്കറ്റിൽ എത്ര ഉറപ്പുണ്ട്, അത് എനിക്കിത് ആഗ്രഹമുള്ളൂ പറഞ്ഞു ഇത്രയും. അങ്ങനെയുള്ള സ്ത്രീയാണ് ഞാൻ. നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അന്ന് മുതൽ നിൻ്റെ കൂട്ടത്തിലാണ് ഇതാ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ അജാമിള ബ്രാഹ്മണൻ ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ ഇങ്ങനെ താമസിച്ച് തുടങ്ങി ഇത്രയും. ഭഗവാനെ എത്ര കാലം താമസിച്ചത് അറിയില്ല. ഒരാൺകുട്ടി ഉണ്ടായി, രണ്ടാംകുട്ടി, 3, 4, 5, 6, 7 ഉണ്ടായ കുട്ടികൾക്കൊക്കെ ഓരോരോ പേര് കൊണ്ടു ഇത്രയും. എന്തൊക്കെ പേരാട്ടത് എന്ന് ആർക്കും അറിയില്ലേ? അഞ്ചു, കുഞ്ചു, മഞ്ചു, പഞ്ചു, സഞ്ചു, പഞ്ചു, പലതരത്തിലും പേര് ഇതാട്ടില്ലേ. അങ്ങനെ 9 കുട്ടികൾക്ക് ഓരോ പേരിട്ടു ഇത്രയും. 10ാമതുണ്ടായ ഉണ്ണിക്കോ വാസനാബലാൽ ജുഹാവ നാരായണ നാമകം സുതം. വാസനാബലാൽ പണ്ട് ഭഗവാനെ ഉപാസിച്ചതായ ജീവാത്മാവായതുകൊണ്ട് 10ാമതുണ്ടായ ഉണ്ണിക്ക് നാരായണൻ ഭഗവാന്റെ തിരുനാമം പേരിട്ടു എന്ന് മാത്രമല്ല ആ നാമം തന്നെ ജപിക്കാനായിട്ട് പുറപ്പെടും. അങ്ങനെ മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ധർമ്മരാജാവിൻ്റെ ആളുകൾ മുന്നിൽ അങ്ങനെ വന്നപ്പോൾ ഈ അജാമിള ബ്രാഹ്മണന് തോന്നി, ഇവരെ കാണുമ്പോൾ എനിക്കെന്നെ എത്ര പേടിയാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ണി നാരായണൻ്റെ പേടിയാവില്ലേ? നാരായണ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ കളിക്കുന്ന ആ ഉണ്ണി നാരായണൻ അത് കേട്ടു അറിയില്ല അത്രേ. പക്ഷെ വേറൊരു നാരായണൻ കേട്ടു. ആദിനാരായണനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ തോന്നി, എൻ്റെ പേരല്ലേ വിളിച്ചത് അല്ലേ? ആദ്യം നാരായണ എന്ന് ആർക്കാ പേരിട്ടതൊക്കെയാട്ടത്. എന്നിട്ടാണ് ആൾക്കാരൊക്കെ നാരായണ എന്ന് പേരിടാനായിട്ട് പുറപ്പെട്ടത്. അപ്പം എന്നെയല്ലേ വിളിച്ചത് അല്ലേ? അതിനാ ഭഗവാൻ 4 ആൾക്കാരതാ പറഞ്ഞയച്ചു. യമധർമ്മരാജാവിൻ്റെ ആളുകളും യമദൂതന്മാരും വിഷ്ണുവിൻ്റെ ആളുകളും ഭഗവാന്റെ പാർശ്വന്മാരും കൂടി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞു അത്രേ. നിങ്ങളാരാ? അതാണ് ധർമ്മരാജാവിൻ്റെ ആൾക്കാർക്ക് തോന്നി. അവർ 3 ആൾക്കാരായിട്ട്. ഭഗവാന്റെ ആൾക്കാർ 4 ആൾക്കാരുണ്ട്, എണ്ണത്തിൽ കൂടുതൽ അവരാ. അതുകൊണ്ട് മിണ്ടാണ്ടാ വിചാരിച്ച് അവരിതായ അത്രയും. ആ അജാമിളൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, ഒരിക്കൽ ഭഗവാന്റെ തിരുനാമം ജപിച്ചപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആളുകളെ ഏതാ പറഞ്ഞയച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഭഗവാന്റെ തിരുനാമല്ലേ എപ്പോഴും ജപിക്കേണ്ടത്?
അങ്ങനെ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വേണ്ടി ഗംഗാനദിയുടെ തീരത്തെത്തി ഗംഗയിലിറങ്ങി കുളിച്ചു. താൻ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന ഓരോ പാപകർമ്മങ്ങളെയും ഓർത്ത് അതിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ മുഴുവനും അനുഷ്ഠിച്ചതായ ആ അജാമിള ബ്രാഹ്മണൻ അവസാന കാലത്ത് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേർന്നു. ഇവിടെ ധർമ്മരാജാവിൻ്റെ ആളുകൾ ധർമ്മരാജാവിനോട് പോയി ചോദിച്ചു, കതിസന്ദീഹ ശാസ്താര, അങ്ങല്ലാതെ ശാസ്ത്രം നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അജാമിൾ എന്ന പേരായിട്ട് ഒരു കൊടും ഭീകരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പോയ സമയത്ത് അവിടെ വേറെ 4 ആൾക്കാരെ കണ്ടു. അപ്പം ചോദിച്ചു, അവരുടെ വസ്ത്രമൊക്കെ എങ്ങനെയായിരുന്നു, യൂണിഫോമൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചു ധർമ്മരാജ. അവർ പീതാംബരമൊക്കെയാണ് കൊടുത്തത്. ഞാനത് ആരാന്നാണ് വിചാരിച്ചത്, അത് സാക്ഷാൽ ഭഗവാന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുനാമൊക്കെ ജപിക്കുന്നുണ്ട് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ വേറെ ഒരു ജോലിയില്ല. അങ്ങനെ നാമം ജപിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഭഗവാൻ തന്നെ തൻ്റെ ആളുകളെ ഏതാ പറഞ്ഞയക്കും. അങ്ങനെ ഭഗവാന്റെ ആ തിരുനാമത്തിൻ്റെ മഹാത്മ്യത്തിനെ വർണ്ണിച്ചു. ജിഹ്വാനവക്തി ഭഗവൽ ഗുണനാമധേയം ചേതശ്ച സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതിയച്ചിരേകദാപി താനാനയധ്വമസദോ കൃതവിഷ്ണുകൃത്യാൻ തൽക്ഷമ്യതാം സ ഭഗവാൻ പുരുഷപുരാണോ നാരായണ സ്വകൃതേ. ജിഹ്വ നവക്തി ഭഗവൽ ഗുണനാമധേയം. നല്ലതായിരിക്കുന്ന ഒരു നാവ് കിട്ടിയിട്ട് ഒരിക്കൽ പോലും ഭഗവാന്റെ തിരുനാമം ഒരാൾക്ക് ജപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നല്ലൊരു ശിരസ് കിട്ടിയിട്ട് ഒരിക്കൽ പോലും ഭഗവാന്റെ പാദങ്ങളിലേക്കൊന്ന് വീണ് നമസ്കരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നല്ല പാദം കിട്ടിയിട്ട് ഒരിക്കൽ പോലും ഭഗവാൻ ഒന്ന് പ്രദക്ഷിണം ചെയ്യാതെയാണ് ഒരാൾ മരിക്കണത് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം ഇനി ഞങ്ങളിതാ നരകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നാമം ജപിക്കുന്ന ആൾക്കാരോ ഭഗവത് സ്മൃതിയോടുകൂടിയിട്ട് ജീവിക്കുന്ന ആളുകളെയോ കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ തന്നെ തൻ്റെ ആളുകളെ ഏതാ പറഞ്ഞയക്കും. ആ തിരുനാമത്തിൻ്റെ മഹാത്മ്യം വർണ്ണിച്ചു. പിന്നീടാണ് നമ്മൾ നേരത്തെ കേട്ടതായിരിക്കുന്ന പ്രചേതസ്സുകൾ അല്ലേ, ആ പ്രചേതസ്സുകളുടെ പുത്രനായിരിക്കുന്ന ദക്ഷൻ്റെ ചരിത്രം വർണ്ണിക്കുന്നത്. ദക്ഷൻ ഇപ്പോൾ ആടിൻ്റെ തലയിൽ വെച്ച് നടക്കുക അത്രേ. ആടിൻ്റെ തലയൊക്കെ വെച്ച് നടക്കുന്ന സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ മനുഷ്യന്മാരുടെ തല വെച്ചിട്ട് തന്നെ വയ്യ. എന്നിട്ട് തന്നെ ആൾക്കാർ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ആടിൻ്റെ തലയിൽ വെച്ചിട്ട് ഇയാളുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കൂലേ. അയാളൊക്കെ എന്തെങ്കിലും വല്ല സദ്യക്കൊക്കെ ക്ഷണിച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പായസം നൽകി കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ ഇയാൾക്ക് ഈ പഴുക്കപ്പിലാവിലൊക്കെ വേണം. ഇങ്ങനെ എവിടെ എത്തിക്കഴിഞ്ഞിട്ട് വെച്ചാൽ ഇയാളൊരു പരിഹാസ കഥാപാത്രമായി ഇത്രയും. ഇപ്പം എങ്ങോട്ടും പോകണില്ല അത്രേ, സദ്യക്കൊന്നും പോകണില്ല ദക്ഷൻ. ദക്ഷന് വല്ലാത്ത പ്രശ്നം. അങ്ങനെ ദക്ഷൻ ഹംസഗുഹ്യം എന്ന പേരായിട്ട് ഒരു മന്ത്രം അഘമരിഷണ തീർത്ഥക്കരയിൽ വെച്ച് ജപിക്കാനായിട്ട് ഇതാ പുറപ്പെടും. അങ്ങനെ ഹംസഗുഹ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ 2 കാതും നന്നായിട്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ ഉള്ളിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കാം. എന്താണ്? സോഹം ഹംസ, സോഹം ഹംസ. അതിനാണ് ഹംസഗുഹ്യം എന്ന് പറയും. 2 കാതും നന്നായിട്ട് അടയ്ക്കുക. അപ്പോൾ കേൾക്കണില്ലേ? കേൾക്കില്ല വെച്ചാൽ കഴിഞ്ഞു എന്നാണ്. ആ കേൾക്കണം. സോഹം ഹംസ ഉള്ളിൽ നിന്ന് അത് കേൾക്കണം. അതിനാണ് ഹംസഗുഹ്യം എന്ന് പറയും. ഈ ഹംസഗുഹ്യ മന്ത്രം ജപിച്ചതായിരിക്കുന്ന ദക്ഷൻ്റെ മുന്നിലേക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാനനന്ദ രൂപാണി ദിവ്യാനി വരപ്രദാനി സാകം വാചം സ്പൃഹണീയാം വദന്തി. യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാൻ അനന്ത. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? അനാമനാണ്. നാമല്ലാത്തതായ രൂപമില്ലാത്തതായ സാക്ഷാൽ ഭഗവാൻ യഹ അനുഗ്രഹാർത്ഥം നമ്മളെപ്പോലുള്ളതായിരിക്കുന്ന സാധാരണ ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അവതാരങ്ങളൊക്കെ സ്വീകരിച്ചത്. ഭഗവാന് രൂപം ഉണ്ടായതുകൊണ്ട് എന്തുണ്ട്? ഭഗവാൻ ഓരോ പേരുണ്ടായില്ലേ? ആ പേര് നമ്മളെങ്ങനെ ജപിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഭക്തി ഉണ്ടാവണത് അല്ലേ? ഭഗവാന്റെ തിരുനാമം ജപിക്കണമെന്ന് എന്ത് വേണം? രൂപം വേണം. ഭഗവാൻ യശോദാദേവിയുടെ പുത്രനായിട്ട് ജനിച്ചു. യശോദാനന്ദൻ എന്ന് പേര് കിട്ടി ഭഗവാന്. വസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്ന പേര് ഉണ്ടായി. യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാനെ കയറ് കൊണ്ട് വരിഞ്ഞ് കെട്ടിയപ്പോൾ ദാമോദരൻ എന്നൊരു പേര് ഉണ്ടായില്ലേ? ദാമം കൊണ്ടമ്മ പിടിച്ചു വലിച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണ ഹരി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളോ കർമ്മങ്ങളോ നടക്കുന്നതിനനുസരിച്ചാണ് ഭഗവാന് പേരിതാണ്. അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ദക്ഷൻ നന്നായിട്ട് സ്തുതിച്ചു. ദക്ഷനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേരുകൂടിയും പറഞ്ഞു കൊടുത്തു. അസിക്നി എന്നാണ് പേര്. അങ്ങനെ അസിക്നിയെ കല്യാണം കഴിച്ചു. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്തോ, മാനസികമായിട്ടും
ശാരീരികമായിട്ടും സൃഷ്ടി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ദക്ഷ ഒരു കാര്യമുണ്ട്, എന്ത്? ഈ സൃഷ്ടി നടത്തുമ്പോൾ തന്നിൽ നിന്ന് ഉണ്ടായതായിരിക്കുന്ന ആളുകൾക്ക് സുഖമോ ദുഃഖമോ വരുമ്പോൾ അത് നമ്മളെയും കൂടി ബാധിക്കും. പക്ഷേ ഈ സുഖത്തിനും മറ്റുള്ളവരുടെ സുഖത്തിനും ദുഃഖത്തിനും ഒരിക്കലും നമ്മൾ കാരണക്കാരനല്ല. അത് കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം വരണ്ടെച്ചാൽ അതിൻ്റെ കർമ്മദോഷമാണെന്ന് നമ്മൾ വിചാരിക്കുക. ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അതിൻ്റെ കർമ്മദോഷമാണെന്ന് വിചാരിക്കുക എന്നല്ലാതെ ഇതൊക്കെ എൻ്റേത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അത് നിന്നെയും കൂടി ബാധിക്കും. അതുകൊണ്ട് നിന്നെ അത് ബാധിക്കാതിരിക്കണം വെച്ചാൽ എന്ത് വേണം? നീ ഭാഗവതം നന്നായിട്ട് പഠിക്കണം. പണ്ട് എന്നിൽ നിന്നുണ്ടായ ഒരാളുടെ പേരാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് 4 ശിരസ്സുണ്ടായിരുന്നു. 4 ശിരസ്സുള്ള ബ്രഹ്മാവിനും ഞാൻ ആദ്യം തന്നെ ഉപദേശിച്ചു കൊടുത്തത് ഈ ഭാഗവതമാണ്. അത് 4 ശ്ലോകത്തിലാണ് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്. നമുക്കതാ ഇപ്പോൾ അര ശ്ലോകത്തിൽ ഈ ഭാഗവതത്തിനെ ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭാഗവതത്തിലെ ദക്ഷനത പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദക്ഷൻ അസിഗ്നിയെ കല്യാണം കഴിച്ചു. അനേവധി കുട്ടികൾ അതാ ഉണ്ടായി. ആ വംശം ഇങ്ങനെ അതാ വർണ്ണിച്ച് അവസാനം വിശ്വരൂപൻ്റെ അടുത്തതാ എത്തിച്ചേർന്നു. വിശ്വരൂപൻ അസുരസ്ത്രീയുടെ പുത്രനാണ്. അങ്ങനെ ആ അസുരസ്ത്രീയുടെ പുത്രനായതുകൊണ്ട് വിശ്വരൂപൻ അസുരനായിട്ടതാ മാറി. അപ്പോൾ ദേവന്മാർക്ക് ധനമൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് ഈ ദേവന്മാർക്കൊരു വലിയ മന്ത്രം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ചോദിച്ചു, ആ കഥ ഒന്ന് പറഞ്ഞു എന്നാ തിരക്കണില്ല പറഞ്ഞു. ഈ ദേവന്മാരുടെ ആചാര്യൻ ആരാണ്? വ്യാഴാചാര്യനാണ്. എന്തുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ വിശ്വരൂപൻ കയറിയിരുന്നത് ചോദിച്ചപ്പോൾ ആ കഥയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. ഇന്ദ്രത്രിഭുവൻ ഐശ്വര്യം അതോല്ലംഘിത സൽപഥ. കയ്യിൽ പണം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? സൽപഥത്തിനെ നമ്മൾ ലംഘിക്കും. നല്ല വഴി കൂടിയൊക്കെ ആദ്യം തുടക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? നല്ല വഴി കൂടിയേ പോകും. പിന്നെ കുറേശ്ശെ ഇങ്ങനെ പൈസ കിട്ടി എടുക്കി കഴിഞ്ഞാൽ പിന്നെ വഴിയൊക്കെ കുറേശ്ശെ മാറ്റും. അത്ര കുറച്ച് അതുകൂടി വെള്ളം കൂട്ടിയാൽ കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി അങ്ങനെ ആയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആളുകൾ അങ്ങനെ സൽപഥത്തിൽ നിന്ന് മാറിപ്പോകുന്നവരായിട്ട് മാറുന്നു. ഇയാൾ ഈ ഗുരുനാഥനെ തന്നെ നിന്ദിച്ചു അത്രേ. അങ്ങനെ വ്യാഴാചാര്യൻ അവിടെ നിന്ന് യാത്രയായി. ഇപ്പോൾ ആരെ ആചാര്യനായിട്ട് കിട്ടാതെ നോക്കിയപ്പോൾ വിശ്വരൂപനെ ആചാര്യനാക്കി. ആ വിശ്വരൂപന് ഒരു മഹാമന്ത്രത്തിനെ, നാരായണ കവച മന്ത്രത്തിനെ പറഞ്ഞതാ കൊടുത്തു. അപ്പം ചോദിച്ചു, എങ്ങനെയായി നാരായണ കവച മന്ത്രം ജപിക്കേണ്ടത്? ഇപ്പം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. എന്നിട്ടോ ധൗതാംഘ്രേ പാണിരാചമ്യാസപവിത്രമുഖ വടക്കോട്ട് തിരിഞ്ഞിരുന്ന കയ്യിൽ പവിത്രക്കഥ എടുത്തിട്ട് കയ്യും കാലൊക്കെ നന്നായിട്ടതാ കഴുകി ഭഗവാനെ മനസ്സിലേക്ക് നന്നായിതാ ധ്യാനിച്ച് 2 മന്ത്രങ്ങൾ നിർബന്ധമായിട്ടും ജപിക്കണം. ഏതൊക്കെയാണ്? ദ്വാദശാക്ഷര വിദ്യയ, ഭഗവാന്റെ 12 അക്ഷരമുള്ളതായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള നാമം ജപിക്കുക. പിന്നെ 8 അക്ഷരമുള്ളതായിരിക്കുന്ന ഭഗവാന്റെ തിരുനാമം, അതാണ് ഓം നമോ നാരായണായ. ഈ 2 നാമവും ജപിച്ച് തൻ്റെ ശരീരത്തിൽ ഭഗവാന്റെ തിരുനാമം കൊണ്ട് ഒരു വലിയതായ പോർച്ചട്ട സൃഷ്ടിച്ച് ഓരോരോ സമയത്തും ഭഗവാൻ എടുത്തതായ അവതാരങ്ങളെ മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിച്ച് ആ ഭഗവാനെ നന്നായിട്ട് സ്തുതിക്കണം. ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഘ്രിപദ്മപദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപപാശാന്തധാര അഷ്ടഗുണോഷ്ടബാഹു. 8 കൈകൾ 8 തരത്തിലുള്ള ആയുധങ്ങളായി ഗരുഡൻ്റെ പുറത്തങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തിനാണ് ഹരി എന്ന് പറയുക. നമ്മളെപ്പോഴും ജപിക്കുന്ന ഒരു ഭഗവാന്റെ നാമാണ് എന്ത്? ഹരേ എന്നുള്ള നാമം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ ഒരു നാമാണ് ഹരി എന്നുള്ളത്. ഹരി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഹരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് ഹരി എന്ന് പേര് കിട്ടിയത് അല്ലേ? ആരാണോ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് അവരുടെ പാപത്തിനെ മുഴുവനും ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാന് ഹരി എന്നുള്ള പേര് കിട്ടിയത്. ഹരിർ ഹരതി പാപാനി, പാപങ്ങളെ ഹരിക്കുന്നത് കൊണ്ട് ഹരി എന്നുള്ളതായിരിക്കുന്ന പേര്. അതാരും ജപിക്കണമെന്നുള്ളത് ഭഗവാൻ നോക്കാൻ പതിവില്ല. അറിവുള്ളവർ ജപിച്ചാലും ശരി, അറിവില്ലാത്തവർ ജപിച്ചാലും ശരി, തീയൻ്റെ സ്വഭാവമാണ്. ഇത് തീയൻ്റെ പ്രത്യേകത. ആര് തൊട്ടു നോക്കില്ല. ആര് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാലും തീയ പൊള്ളിക്കും കയ്യല്ലേ? അങ്ങനെയല്ലേ? PhD കഴിഞ്ഞ ആളാണ് നോക്കാം, പൊള്ളിക്കണില്ല അങ്ങനെ പതിവില്ല. ഡിഗ്രി കഴിഞ്ഞ ആളാണോ, LKG കഴിഞ്ഞ, ഇതൊന്നും നോക്കാൻ പതിവില്ല. ആര് തീയ തൊട്ട് കഴിഞ്ഞാലും കയ്യ പൊള്ളും. ഇതേപോലെ ആര് നാമം ജപിച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാലും ഹരതി പാപാനി, അവരുടെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന, ദുരിതത്തിന് കാരണമായിരിക്കുന്ന പാപകർമ്മങ്ങളെ ഭഗവാൻ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ഭഗവാന് ഹരി എന്നുള്ള പേര് തന്നെ കിട്ടിയത്. അങ്ങനെ ഹരിയായിരിക്കുന്ന ഭഗവാനെ മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട്
ഇങ്ങനെ ഓരോരോ സമയത്തും ഭഗവാൻ എടുത്തതായിരിക്കുന്ന അവതാരങ്ങൾ അല്ലേ. വിപ്രവാസേ, പ്രവാസികളായിരിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടി. ആരാ പ്രവാസികൾ? വിദേശത്ത് താമസിക്കുന്ന ആളുകൾ അല്ലേ, അവർക്കൊരു പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി നാരായണ കവച മന്ത്രം അതിതാ ജപിച്ചാലും മതി. വിദ്യ ഉണ്ടാവാൻ വേണ്ടി, ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എല്ലാവിധ ഭയവും ഇല്ലാതായിട്ട് തീരാൻ വേണ്ടി നരസിംഹമൂർത്തിയെ മനസ്സിലേക്ക് ധ്യാനിക്കുമ്പോൾ വിധിക്ഷു ദിക്ഷോർദ്ധമതസമന്താത് അന്തർഭയർ ഭഗവാൻ നാരസിംഹ പ്രഹാഭയം ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്തതേജ. നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നതായ ഒരാളുടെ 8 ദിക്കുകളിൽ നിന്ന് ഭഗവാൻ അവരതാ രക്ഷിക്കുന്നു. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലതാ കയറിയിരുന്നു കൊണ്ട് നരസിംഹമൂർത്തി അവരതാ രക്ഷിക്കണം. ഇങ്ങനെ എല്ലാ സമയത്തും തൻ്റെ ഉപാസകന്മാരെ രക്ഷിക്കുന്നതായ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് വിദ്യാം ധാരയതോ ഭവേൽ. ഇങ്ങനെ രാജാ ദസ്യു ഗൃഹാദിഭ്യ, രാജാവിൽ നിന്ന് വരുന്ന ഭയം, ദസ്യുക്കള് കള്ളന്മാരിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഭയം, ഗൃഹങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഭയം, ഇതൊക്കെ ഇല്ലാതായിട്ട് തീരണോ? നാരായണ കവച മന്ത്രം സ്ഥിരമായിട്ട് ഇതാ ജപിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ധാരാളം ഐശ്വര്യം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇത് ചെയ്താൽ മതി, നാരായണ കവച മന്ത്രം ജപിച്ചാൽ മതി അല്ലേ. ത്രൈലോക്യ ലക്ഷ്മിയും ഭുജേ, 3 ലോകത്തിൽ നിന്നുമുള്ള ഐശ്വര്യമൊക്കെ തന്നിലേക്ക് ഇതാ ഈ നാരായണ കവച മന്ത്രം ജപിക്കുന്നതോടുകൂടി എത്തിച്ചേരണം. ചിലവർക്ക് ഇതൊന്നും അല്ല പേടി. എന്താ പേടി? ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളെ നന്നായിട്ട് നോക്കിയിട്ട് ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ ആരാ ഈ പിതൃകർമ്മമൊക്കെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവും? ആർക്കാ അറിയാം. മരിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന് ഇനി പൈസ ഇല്ല വെച്ചാൽ പൈസയും കൂടി ബാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വരിക ചെയ്യോ ഇല്ലയോ എന്ന് ആർക്കാ അറിയാലേ. മരിക്കണത് വരെയൊക്കെ ചിലപ്പോൾ നല്ല ചിരിച്ചൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ പേടിയുള്ള ആൾക്കാർ അവരെന്ത് ചെയ്താൽ മതി? നാരായണ കവച മന്ത്രം ഇങ്ങനെ സ്ഥിരമായിട്ട് ജപിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്യാനും പിതൃകർമ്മം ചെയ്യാനും ആരെങ്കിലും ഇതാ ഉണ്ടാവുന്നു. അതാണ് ചിത്രരഥം എന്ന് പേരായിട്ട് ഒരു ഗന്ധർവൻ പണ്ട് വിമാനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മരുഭൂമിയുടെ അടുത്തെത്തിയപ്പോൾ ആ വിമാനം പെട്ടെന്ന് നിന്നു. മരുഭൂമിയിലേക്ക് ഇതാ വിമാനം ഇറക്കി. അപ്പോഴാണ് വാനകില്യന്മാർ വന്ന് പറയുന്നത് അങ്ങയുടെ ആ വിമാനത്തിന് കുഴപ്പമൊന്നുമില്ല. എന്താ അവിടെ നിൽക്കാൻ കാരണം ചോദിച്ചാൽ പണ്ട് കൗശിക ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ നാരായണ കവച മന്ത്രത്തിൽ സിദ്ധി വന്ന ആള് അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ പിതൃകർമ്മം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലിവിടെ കിടക്കുന്നുണ്ട്. അതെടുത്ത് പിതൃകർമ്മം ചെയ്താൽ അങ്ങേക്ക് ഇതാ അവിടുന്ന് യാത്രയാവാറും മണലൊക്കെ മാറ്റി നോക്കിയപ്പോൾ അവിടെ അതാ കിടക്കും ആ എല്ല്. അതെടുത്ത് സരസ്വതി നദിയിൽ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്തു. അങ്ങനെയാണിതാ അവർക്ക് അവിടുന്ന് യാത്രയാവാൻ സാധിച്ചത്. അപ്പോൾ നമ്മളെ പിതൃകർമ്മം ചെയ്യാനും ആരെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ അവരെന്ത് ചെയ്താൽ മതി? ഈ നാരായണ കവച മന്ത്രം ഭാഗവതത്തിലെ 6ാം സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലാണ് നാരായണ കവച മന്ത്രം പറയും. അത് നന്നായിട്ട് പഠിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 4 ദിവസം അങ്ങോട്ട് വായിക്കാൻ പുറപ്പെട്ടാൽ മതി. ഇതവനെ കാണാപ്പാടായിൽ എത്ര വലിയ എസ്സയൊക്കെ നമ്മൾ കാണാതെ പഠിക്കണമെങ്കിൽ അതിൽ വലിയതായിട്ടൊന്നുമില്ല. അതൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കുകയും വേണം. പഠിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാനായിട്ട് സാധിക്കും. നാരായണ കവച മന്ത്രത്തിൻ്റെ മഹാത്മ്യമൊക്കെ ഇതാ കേട്ടു. അങ്ങനെ അനവധി കാലം നാരായണ കവച മന്ത്രം ജപിച്ചു. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ഐശ്വര്യമൊക്കെ കുറേശ്ശെ ഇതാ തിരിച്ച് കിട്ടി. അപ്പോൾ കയ്യിൽ പണം വരുന്ന സമയത്ത് പറയാതെ വരുന്ന ഒന്നുണ്ട്, എല്ലാവർക്കും അറിയാം. എന്താണ്? അഹങ്കാരം. അതന്നെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവരെ സമ്മതിക്കില്ല അല്ലേ. അങ്ങനെ എന്തുകൊണ്ടാണ് അഹങ്കാരം വന്നത്? കയ്യിൽ പണമുള്ള സമയത്ത്. അപ്പോൾ യാഗം ചെയ്യുന്നതായ തൻ്റെ ആ ഗുരുനാഥൻ വിശ്വരൂപൻ, ആ വിശ്വരൂപൻ യാഗം ചെയ്യുന്നതിനെ വല്ലാതെ ശ്രദ്ധിക്കാനായിട്ട് പുറപ്പെട്ടു അത്രേ. ഇപ്പം ഈ ആചാര്യന്മാരുടെ പ്രത്യേകത എന്താ, ഗുരുനാഥന്മാരുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗുരുനാഥന്മാരുടെ വല്ലാതെ അടുത്തിരിക്കാൻ പാടില്ല പറയും. ഗുരുനാഥന്മാരുടെ വല്ലാതെ അടുത്തിരിക്കാൻ പാടില്ല, ഗുരുനാഥന്മാരുടെ കുറേ ദൂരത്തും ഇരിക്കാൻ പാടില്ല. നമ്മൾ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. എവിടെ ഇരിക്കുക നമ്മൾ അല്ലേ? അധ്യാപകരുടെ വല്ലാതെ മടി കയറി ഇരിക്കുമോ? അടുത്ത് കയറി ഇരിക്കാൻ പാടില്ല അല്ലേ? കുറേ ദൂരത്തും കയറി ഇരിക്കാൻ പാടില്ല. എവിടെ ഇരിക്കാൻ പാടുള്ളൂ? ആഹൂതശ്ചേല സുയന്ത്രിത അല്ലേ? കുറച്ചൊരു ദൂരത്ത് അങ്ങനെ ഇരിക്കാനായിട്ട് താൻ പാടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്ഥലത്തേ ഇരിക്കാൻ പാടുള്ളൂ. വല്ലാതെ എടുത്തിരുന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അയാൾ മനുഷ്യൻ തന്നെയാണ്. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാവും. പിന്നെ അത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാവും പരിപാടി അല്ലേ? അതുകൊണ്ട് ആചാര്യന്മാരുടെ വല്ലാതെ അടുത്ത് വല്ലാതെ ദൂരത്ത് അതും പാടില്ലാതെ. വല്ലാതെ ദൂരത്തായി കഴിഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ വല്ലാതെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് നാം പുറപ്പെട്ടപ്പോൾ യാഗം ചെയ്യുന്ന സമയത്ത് വിശ്വരൂപൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് 3 ശിരസ്. ഏതൊക്കെയാണ്? അന്നാദമിനി ശ്രുത,
ഒരു ശിരസ് കൊണ്ട് അന്നം കഴിക്കുക, വേറൊരു ശിരസ് കൊണ്ട് മന്ത്രം ജപിക്കുക, മറ്റൊരു ശിരസ് കൊണ്ട് ഇയാൾക്ക് വൈകുന്നേരം ഒരു 5:30 5:45 ഒരു പരിപാടി ഉണ്ട് അത്ര. കാരണം അമ്മ അസുര സ്ത്രീയെ. അപ്പോൾ 5:30 6 മണിയായി കഴിഞ്ഞാൽ ഒരു സാധനം കൊണ്ട് അടുത്ത് കഴിക്കും. അതന്നെ എന്താ മദ്യം കഴിക്കാൻ വേണ്ടി വേറൊരു ശിരസ്സുണ്ട്. അപ്പോൾ അമ്മേൻ്റെ ആ ബന്ധുക്കൾക്കൊക്കെ ചിലപ്പോൾ യാഗത്തിലൊക്കെ കൊടുക്കും ചെയ്യും അത്രേ. കൊടുത്താലല്ലേ വൈകുന്നേരം കൊണ്ടുവരുള്ളൂ. അതെ അങ്ങനെ ചെയ്യണ സമയത്ത്, യാഗത്തിൽ ഹോമിക്കുന്ന സമയത്ത് ഇന്ദ്രന് വല്ലാത്ത വിഷമായി. ഇതിന് തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആയുധം കൊണ്ട് വെട്ടിയെടുത്തു അത്രേ. തച്ചീരിഷാന്യച്ചിനദൃഷ 2 വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയതോടുകൂടി 3 ശിരസും താഴത്തേക്ക് ഇതാ വീണു. അതൊക്കെ പക്ഷികളായിട്ട് ഇതാ പറന്നുപോയി. ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി. ആ ബ്രഹ്മഹത്യാ പാപത്തിനെ 4 പേർക്ക് വിതരണത ചെയ്തു. ഇങ്ങനെ ഇപ്പോൾ ഈ വിശ്വരൂപനെ വധിച്ചത് കൊണ്ട് ഇന്ദ്രന് വല്ലാത്ത പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അതാ ഉണ്ടായി. അങ്ങനെ വിശ്വരൂപന്റെ അച്ഛനായിരിക്കുന്ന ത്വഷ്ടാവ് ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് ഇന്ദ്രനെ കൊല്ലുന്ന ഒരു പുത്രൻ ഉണ്ടാവണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ യാഗത്തിൽ ഹോമിച്ച സമയത്ത് മന്ത്രം മാറിപ്പോയിത്രേ. ഇന്ദ്രനെ കൊല്ലുന്ന പുത്രൻ ഉണ്ടാവണേ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രം ജപിക്കേണ്ടത്. പക്ഷെ മന്ത്രം ജപിച്ചപ്പോഴോ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന പുത്രൻ ഉണ്ടാവണേ സ്വാഹ, ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന പുത്രൻ ഉണ്ടാവണേ സ്വാഹ. അങ്ങനെ മന്ത്രം ജപിച്ച അങ്ങനത്തെ കുട്ടികളല്ലേ ഉണ്ടാവുക. അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് വന്നു അത്രേ. അയാളാണ് വൃത്രാസുരൻ. ആ വൃത്രാസുരനോ ഭഗവത് ഭക്തനാണ്. അദ്ദേഹം ഇങ്ങനെ ദേവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അതോ ആ ഇന്ദ്രൻ ഇപ്പോൾ ഐരാവതത്തിൻ്റെ പുറത്തങ്ങനെ ഇരിക്കുന്നത് കണ്ട സമയത്ത് ഇന്ദ്രൻ ഒരു പ്രത്യേക പേരുണ്ട്, ഹരി എന്നുള്ളൊരു പേരുണ്ട്. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേർഗുണാംസ്തേ ഗൃണീതവാക് കർമ്മ കരോതുകായ. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ. ഭഗവാനെയാണ് വൃത്രാസുരനതാ ഓർമ്മ വരുന്നത്. ഇന്ദ്രനൊക്കെ മറന്നതേ. കണ്ണങ്ങട അടച്ചതോടുകൂടി ഹരി എന്ന് ജപിച്ചതോടുകൂടി ഭഗവാനിതാ ഓർക്കാൻ സാധിച്ചു. പിന്നീട് പറയുന്നത് മുഴുവനും ഭഗവാനോട് ബന്ധപ്പെടുത്തി പറയാൻ പുറപ്പെട്ടു അത്രേ. ഭഗവാനെ, അങ്ങയുടെ ദാസന്റെ 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 ദാസനാക്കി തീർക്കണേ എന്നെ. എനിക്ക് ജീവിതത്തിലതാ ഒരാഗ്രഹവും ഇല്ല. അനാഗഭൃഷ്ടം സാർവഭൗമം ന യോഗസിദ്ധീരപുനർഭവം വാഞ്ചന്തിയൽ പാദരജ പ്രപന്ന. വൈകുണ്ഠ ലോകത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സ്വർഗീയ സുഖസൗകര്യങ്ങളെ ഞാനിത് ആഗ്രഹിക്കുന്നില്ല. ഭഗവാനെ, അങ്ങയുടെ പാദഭക്തിയാണിതാ എനിക്കുണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. അജാതപക്ഷായിവ മാതരം ഖഗ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ഥ പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതി ദൃക്ഷതേ ത്വം അജാതപക്ഷായിവ മാതരം ഖഗ. ചിറക് മുളയ്ക്കാത്തതായിരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട്ടിലങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് അമ്മ കൊക്കില് ഭക്ഷണവും കൊണ്ടുവരുന്നത് കാത്തങ്ങനെ ഇരിക്കുന്നത് പോലെ ഞാനിതാ ഭഗവാനെ അങ്ങയെയും കാത്ത് ഇവിടെ കാത്തിരിക്കുകയാണ്. ഭഗവാനെ, അങ്ങതാ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണേ. അജാതപക്ഷായിവ മാതരം ഖഗ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ഥ. ഇപ്പോൾ ഉണ്ടായതായിരിക്കുന്ന പശുക്കുട്ടികൾ തൻ്റെ അമ്മ വരുന്നത് അങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെ ഞാനിതാ ഭഗവാനെ അങ്ങേതാ ഇവിടെ കാത്തിരിക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് അധികകാലം ആവുന്നതിൻ്റെ മുന്നേ ഭർത്താവ് വിദേശത്തേക്ക് യാത്രയായി കഴിഞ്ഞാൽ ആ ഭർത്താവിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പതിവ്രതയായിരിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ ഭഗവാനെ അങ്ങയെ ഞാനിതാ ഇവിടെ കാത്തിരിക്കുകയാണേ. എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണേ 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 എന്നുള്ള ആ വൃത്രാസുരൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഇന്ദ്രൻ എപ്പോഴേക്ക് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഐരാവതത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വജ്രായുധ ദധീജി മഹർഷിയുടെ അടുത്ത് പോയി വജ്രായുധം ഉണ്ടാക്കി സമാധിയിൽ ഇരിക്കുന്നതായ വൃത്രാസുരൻ്റെ ശിരസ് ഛേദിച്ചു. വൃത്രാസുരൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവാത്മാവ് അലോകം സമബദ്ധ്യത വൈകുണ്ഠ ലോകത്തിലേക്ക് അങ്ങനെ യാത്രയാവുന്നത് കണ്ടപ്പോൾ ചോദിച്ചു അത്രേ, ആരായി വൃത്രാസുരൻ? ഈ വിപരീതമായിരിക്കുന്ന സാഹചര്യത്തിലും ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ എന്തുകൊണ്ടേ വൃത്രാസുരനത സാധിച്ചു? സാധാരണയ്ക്ക് അനുകൂല സാഹചര്യം വരുന്ന സമയത്ത് പോലും നമ്മൾ ഭഗവാനെ ഓർക്ക് പതിവില്ല. ആലോചിച്ച് നോക്കുള്ളൂ. ഇപ്പം എത്ര നല്ല അനുകൂലമായിരിക്കുന്ന സാഹചര്യം, അമ്പലമാണ്, ഭാഗവത സപ്താഹ യജ്ഞത നടക്കണോടെ ഇവിടെ വന്ന് ഇരിക്കുക മാത്രമേ വേണ്ടൂ. ഇവിടെ ഇരുന്ന് നാമം ജപിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് എത്ര ആൾക്കാർക്ക് നാമം ജപിക്കാൻ സാധിക്കും? ഇത്ര അനുകൂല സാഹചര്യം വരുമ്പോൾ നല്ലൊരു വീടുണ്ട്, വീട്ടിൽ നല്ല പൂജാമുറിയുണ്ട്, പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹമുണ്ട്.
അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് നടക്കാൻ സാധിക്കും. രാവിലെ എണീറ്റിട്ട് വേണം. രാവിലെ എണീക്കാൻ സാധിക്കണില്ല, പൂജാമുറിയിൽ പോകാൻ സാധിക്കണില്ല, സഹസ്രനാമത്തിൻ്റെ പുസ്തകം ഇല്ലായിട്ടാണോ എത്ര പുസ്തകം ഉള്ളത് അറിയില്ല. ഇനിയിപ്പോൾ പുസ്തകം ഇല്ലാച്ചാലും തിരക്കില്ല, മൊബൈലൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നാൽ തന്നെ സഹസ്രനാമം കാണാൻ സാധിക്കും. എത്ര കീർത്തനങ്ങളോ അല്ലേ. ഇങ്ങനെ എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുകൂലമായിരിക്കുന്ന സാഹചര്യം വരുന്ന സമയത്ത് പോലും ആളുകൾ ഭഗവാൻ ഏതാ ഓർക്കണില്ല. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഈ വൃത്രാസുരനെ എവിടെ വെച്ചിട്ടാണ് ഭഗവാന്റെ തിരുനാമം ജപിച്ചത്? അതും യുദ്ധഭൂമിയിൽ വെച്ച് കൂരമ്പകൾ തൻ്റെ നേരെ ഇങ്ങനെ വരുന്ന സമയത്ത് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് വെച്ചാലോ അയാൾ സാധാരണ ഒരാളാവില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മ ചരിത്രം ഒന്ന് കേൾക്കാനായിട്ട് സാധിക്കണമെന്നുണ്ട്. ആരുടെ കഥയാണ് പറയണത് ആലോചിച്ച് നോക്കും. ഇതൊക്കെ നമ്മളുടെ കഥയാണ് പറയണത്. നമ്മളിവിടെ ഇരുന്ന് ഒരു നാമം ജപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളിതാ ഇവിടെ ഒരു ഭാഗവതസാഹിത്യം നടക്കുന്ന സമയത്ത് കുറച്ചു നേരം തന്നെങ്കിലും ഇവിടെ വന്ന് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വെച്ചാൽ അതിൻ്റെ കാരണം എന്താണ്? ജന്മാന്തരേ കൃതേ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മജന്മാന്തരങ്ങളിൽ പൂർവ്വജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന പുണ്യമാണ് അതിൻ്റെ കാരണം. നമ്മൾ ഏതെങ്കിലും കാരണവന്മാർ ഭഗവാനെ നന്നായിട്ട് ഉപാസിച്ചിട്ടുണ്ടായിരിക്കട്ടെ, നമ്മൾ അറിയണില്ല. ആരെങ്കിലുമൊക്കെ ഈശ്വരനെ അങ്ങനെ ഉപാസിച്ച് കിട്ടിയതായിരിക്കുന്ന ആ പുണ്യം കൊണ്ടാണ് നമുക്കും കുറച്ചു നേരം തന്നെങ്കിലും ആ ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കുന്നത്. ആരായി ഈ വൃത്രാസുരൻ? അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു അയാളുടെ പേര്? അതൊക്കെ ഒന്ന് കേട്ടാൽ തിരക്കണില്ല. പറഞ്ഞപ്പോഴാണ് ചിത്രകേതു എന്ന് പേരായിരിക്കുന്ന രാജാവിൻ്റെ കഥ വർണ്ണിക്കുന്നത്. അങ്ങനെ ചിത്രകേതു മഹാരാജാവ് ഒരു കല്യാണം കഴിച്ചു. കൃതദ്യുതി എന്നാണ് ആ പേര്. അതിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. വേറെ കല്യാണം കഴിച്ചു, അതിന് കുട്ടികളുണ്ടായില്ല. വേറെ കല്യാണം കഴിച്ചു, അതിന് കുട്ടികളുണ്ടായില്ല. ഇങ്ങനെ പറയാൻ പുറപ്പെട്ട അടുത്ത ഞായറാഴ്ച ഉച്ച വരെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയും, അത്ര കല്യാണം കഴിച്ചു ഇത്ര അല്ലേ. അല്ല തിരുമേനി കൃത്യമായിട്ട് എത്ര കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ തിരക്കല്ല. കൃത്യമായിട്ട് ഭാഗവതത്തിൽ എല്ലാതും കൃത്യമായിട്ട് പറയേണ്ട എത്ര വിവാഹം കഴിച്ചു എന്ന്. തസ്യ ഭാര്യ സഹസ്രാണി ദശാർഹൻ. 1000-നെ 1000 കൊണ്ട് കുടിക്കുക. അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവില്ലേ? ഒരു ചെറിയതൊന്നുമല്ല, കുറച്ച് വലിയ സംഖ്യ ആവൂലേ. ആ കിട്ടിയ സംഖ്യയെ പിന്നെ ഒന്നും കൂടി 10 കൊണ്ട് കുടിക്കുക. അത് തന്നെ 1 കോടി ഭാര്യമാരുണ്ടായിരുന്നു അത്രേ അല്ലേ. ഇവിടെ എന്തിനാ ഭാര്യമാർ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ആഗ്രഹങ്ങളെയാണ് ഭാര്യമാരായിട്ട് പറയുന്നത്. ഒരാഗ്രഹവും സാധിക്കുന്നില്ല അത്രേ. അങ്ങനെ ഉണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിൽ? ഓരോന്ന് ഇങ്ങനെ വിചാരിക്കും, ഒന്നും നടക്കണില്ല. അത് തന്നെ ഒന്നും നടക്കാതെ അവിടെ സമയത്തോ പ്രയാസങ്ങൾ എന്താ ഉണ്ടായിരിക്കും ജീവിതത്തിൽ. എന്തിനാ ഭഗവാനെ ഞാൻ അങ്ങനെ ജീവിക്കണോ, എന്തിനാ ഞാൻ ജീവിക്കണമെന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നതായ ആ രാജാവിൻ്റെ അടുത്തേക്ക്, ചിത്രകേതുവിൻ്റെ അടുത്തേക്ക് നാരദ മഹർഷിയും അംഗിരസും എത്തിച്ചേർന്നു. ചോദിച്ചു, അംഗിരസ് അങ്ങക്ക് എത്ര ജീവിതത്തിലെ സുഖം ഭഗവാനിതാ തന്നിട്ടുണ്ട്, അങ്ങ് രാജാവല്ലേ, എന്തോ ചെയ്തു തരാൻ സാധിക്കുന്നതായ അനവധി പ്രജകൾ അങ്ങക്കിതാ കിട്ടിയിട്ടല്ലേ, അനവധി സ്ത്രീകൾ അങ്ങക്കിതാ ഭാര്യമാരായിട്ടല്ലേ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിതത്തിലെ നല്ല സൗഭാഗ്യത്തിനല്ലേ ആലോചിക്കേണ്ടത്. ജീവിതത്തിൽ അയാതം അപേക്ഷണീയം ഗതം സർവോപേക്ഷണീയം എന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന സുഖത്തിനെ പറ്റിയിട്ട്, സന്തോഷത്തിനെ പറ്റിയിട്ടല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ. അതെ, നിങ്ങൾക്കതൊക്കെ പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് ആഗ്രഹം എന്ന് പറയും. അപ്പോൾ ഇയാളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല തോന്നിയത്രയും നാരദ മഹർഷിക്കും അംഗിരസിനും. ചില ആൾക്കാർക്ക് അനുഭവിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ അല്ലേ. അങ്ങനെ അതാ ഒരു പായസം കൊണ്ടുപോയി കൊടുത്തു. ആ പായസം കഴിച്ചതോട് കൂടിയിട്ട് കൃതദ്യുതി ഗർഭിണിയായി. അനുദിനം ഗർഭം ശുക്ലപക്ഷയോടുവ. എപ്രകാരമാണോ ആകാശത്ത് ഇങ്ങനെ ചന്ദ്രൻ വലുതായി വരുന്നത്, അതിനനുസരിച്ച് മഹാരാജാവിന് സന്തോഷം, മഹാരാജ്ഞിക്ക് സന്തോഷം, അവിടെയുള്ള സകല ആളുകൾക്ക് സന്തോഷം. പക്ഷെ സന്തോഷമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. 1-2 ആൾക്കാരല്ല. മഹാരാജാവിൻ്റെ മറ്റുള്ള ഭാര്യമാരെന്ന് പറഞ്ഞാലോ 99,99,999 സ്ത്രീകൾ. ഇവിടെ എല്ലാവരും കൂടി സമ്മേളനം കൂടി. അത് തന്നെ ഉണ്ടായ ഉണ്ണിക്ക് വിഷം കൊടുത്തു. ഉണ്ണി മരിച്ചു. മരിച്ചു കിടക്കുന്ന ഉണ്ണിയുടെ അടുത്ത് വന്ന കരച്ചിലോ. അംഗിരസും നാരദ മഹർഷിയും പിന്നെ എത്തിച്ചേർന്നു. അങ്ങ് എന്തിനാ കരയേണ്ടത്? കണ്ടല്ലേ ഉണ്ണി ഇതാ മരിച്ചു കിടക്കുന്നത്. ഉണ്ണിയെ തൊട്ടോ പറഞ്ഞു അത്രേ. ഉണ്ണി ഇത്ര പെട്ടെന്ന് മരിച്ചാലോ? മരിച്ചു കിടക്കുന്ന ഉണ്ണി അങ്ങോട്ട് എഴുന്നേറ്റു അത്രേ. അച്ഛൻ കരയണത് കണ്ടില്ലേ ചോദിച്ചു. എൻ്റെ ഏത് ജന്മത്തിലെ അച്ഛൻ കരയണമെന്നാണ് പറയണത് ചോദിച്ചു അത്രേ. ഏത് ജന്മത്തിലെ അച്ഛൻ കരയുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്? കഴിഞ്ഞ ജന്മത്തിലാണോ, അതിന് മുന്നത്തെ ജന്മത്തിലെ അച്ഛനാണോ, അതിൻ്റെ മുന്നത്തെ ജന്മത്തിലെ അച്ഛനാണോ, 1000 ജന്മം മുന്നുള്ള അച്ഛൻ കരയുന്നു എന്നാണോ അങ്ങത്? അപ്പം മഹാരാജാവിന് അത്ഭുതമായി. ഇത് എൻ്റെ പുത്രൻ മാത്രമല്ലേ, പിന്നെയും കുറേ ആൾക്കാരുടെ പുത്രനും പുത്രിയൊക്കെ ആയിട്ട് ജനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ.
നമ്മൾ അറിയണില്ല നമ്മുടെ കൂട്ടത്തിൽ ഏത് ജീവനാണ് നമ്മളെ പുത്രനായിട്ടും പുത്രിയായിട്ടും ഒക്കെ വന്ന് ജനിക്കുന്നത് നമ്മൾ അറിയണില്ല. ഓരോരോ ആളുടെ കർമ്മ പ്രാരബ്ധത്തിനനുസരിച്ച് നമ്മളുടെ കൂട്ടത്തിൽ അവരിതാ വന്നിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയാണ് ഈ ജന്മത്തിൽ നമ്മളിത് അനുഭവിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ അവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇതാ ഇപ്പോൾ ബന്ധുക്കളായിട്ട് ഇതാ ജനിക്കണത് അല്ലേ. കഴിഞ്ഞ ജന്മത്തിൽ ഒരാൾക്ക് ഒരു 10,000 ഉറുപ്പ്യ കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുത്ത് കഴിഞ്ഞതിൻ്റെ മുന്നെയാണ് മരിച്ചത് ഇത്രേ. അപ്പോൾ അവരെന്ത് ചെയ്തു? അടുത്ത ജന്മത്തിൽ ആ 10,000 ഉറുപ്പ്യ കിട്ടാൻ വേണ്ടി തൻ്റെ മകളായിട്ട് ജനിച്ചു. അപ്പോൾ മകൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് LKG ആയി. അടുത്ത ആ സ്കൂളിലെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒരു 5,000 ഉറുപ്പ്യ എന്നെങ്കിലും തരാതെ ഇവിടെ സീറ്റ് കൊടുക്കില്ല കേട്ടോ. 5,000 ഉറുപ്പ്യ കൊടുത്തു. കഴിഞ്ഞ ജന്മത്തിൽ 10,000 5,000 കുറഞ്ഞു. അത് തന്നെ. പിന്നെ 1,000 ഉറുപ്പ്യ ഫീസ് കൊടുത്ത സമയത്ത് 6,000 കുറഞ്ഞു. അല്ലേ? ഇങ്ങനെ 10,000 ഉറുപ്പ്യ അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ടാറ്റ പറഞ്ഞു പോയി. അത് തന്നെ അല്ലേ. പിന്നെ കുട്ടികൾ ടാറ്റ പറഞ്ഞു നമ്മൾ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ അല്ലേ. അപ്പോൾ ഇവിടെ ഇതാ ഈ കർമ്മ ഫലമാണിതാ നമ്മൾ അനുഭവിക്കുന്നത്. ഈ ജ്ഞാനം ഉദിച്ചതോട് കൂടിയിട്ട് നേരെ ആനന്ദി നദിയിൽ ഇറങ്ങിയിരുന്ന സംഘർഷണമൂർത്തിയെ ഉപാസിച്ചു. വിമാനം കിട്ടി. സാക്ഷാൽ മഹാദേവനെയും പാർവതീദേവിയെയും ഉപാസിച്ചു. അങ്ങനെ പാർവതീദേവിയുടെ അടുത്തുനിന്ന് കിട്ടിയ അനുഗ്രഹം, അതാ മഹാദേവന്റെ അടുത്തുനിന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ വിപരീതമായിരിക്കുന്ന സാഹചര്യത്തിലും ഭഗവാനെ ഓർക്കാനായിട്ട് ഇതാ സാധിച്ചത് പറഞ്ഞു. അതാണ് പൂർവ്വജന്മത്തിന് നമ്മൾ ചെയ്തതായിരിക്കുന്ന പുണ്യം കൊണ്ട് മാത്രമേ ഈ ജന്മത്തിലും നമുക്ക് ഭഗവാനെ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുള്ളൂ. പിന്നീട് 2 അധ്യായങ്ങളിൽ മരുതുൽപ്പത്തി ചരിത്രം. കശ്യപ പ്രജാപതിക്ക് 13 ഭാര്യമാരാണുള്ളത്. അതിഥി, ദിതി, ധനു, കാഷ്ട, അരിഷ്ട, സുരസ, ഇള, മുനി, ക്രോധവശ, തിമി, താമ്ര, ഇങ്ങനെ 13 ഭാര്യമാർ. അതിൽ അതിഥി ദേവിയിലുണ്ടായ കുട്ടികളൊക്കെയാണ് ദേവന്മാർ എന്ന് പറയാം. ആ ദേവന്മാരൊക്കെ താമസിക്കുന്നത് സ്വർഗത്തിലാണ്. എല്ലാവിധ സുഖസൗകര്യങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. എപ്പോൾ വേണിച്ചാൽ അമൃതം കുടിക്കുക അവർക്കല്ലേ. എപ്പോൾ വേണിച്ചാൽ പാരിജാതത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കും. നല്ല ഉദ്യാനമൊക്കെ ഉണ്ട് അവിടെ. എന്നാൽ ദിതിദേവിയുടെ കുട്ടികളോ അവരൊക്കെ അസുരന്മാർ. അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് ജീവിതത്തിൽ. അപ്പോൾ അമ്മയായിരിക്കുന്ന ദിതിദേവി ആലോചിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലമല്ലേ സ്വർഗം. എൻ്റെ കുട്ടികൾക്ക് കാണിച്ചാൽ കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കും സ്വർഗത്തിൽ പോയിട്ട് സുഖം ഉണ്ടാവണം. അതിനിപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താ? ഭർത്താവിനെ അങ്ങനെ സന്തോഷിപ്പിക്കുക. എന്നാൽ പിന്നെ എല്ലാ കാര്യവും ജീവിതത്തിൽ അതാ സാധിക്കും. അങ്ങനെ കശ്യപ പ്രജാപതി കയറി വന്ന സമയത്ത് കശ്യപ പ്രജാപതിയോട് പറഞ്ഞു, സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവണം എനിക്ക് എന്നാണ് ആഗ്രഹം. അത് ഇന്ദ്രനിതാ മനസ്സിലായി. ചെറിയമ്മയുടെ ഉദരത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണി ഇതാ ഉണ്ടാവുന്നുണ്ട്. കയ്യിലേക്ക് വാളെടുത്ത് ആ ഉണ്ണിയെ 6 പ്രാവശ്യം വെട്ടി 7 കുട്ടികളായി. പിന്നെ 6 പ്രാവശ്യം വെട്ടി അതോട് കൂടിയിട്ടതാ ഇപ്പോൾ 49 കുട്ടികളായിട്ടതാ മാറി. അവർ മരുത്തുക്കളായിട്ട് മാറി. ആ മരുത്ത് ലോകത്തിനെ സൃഷ്ടിച്ചു. എല്ലാവിധ സുഖസൗകര്യങ്ങളും അവർക്കും ജീവിതത്തിൽ ഇതാ അനുഭവിക്കുവാനായിട്ട് ഇതാ സാധിച്ചു എന്ന് പറഞ്ഞ് ഷഷ്ടസ്കന്ധം പറഞ്ഞ് സമർപ്പിച്ചു. പുംസവനം എന്ന് പേരായിരിക്കുന്ന ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്താണ് തൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹവും സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കേണ്ടത്, അപ്പോൾ വ്രതത്തിൻ്റെ രീതിയും കൂടി പറഞ്ഞുകൊണ്ടാണ് ഷഷ്ടസ്കന്ധം പറഞ്ഞ് സമർപ്പിച്ചത്. പിന്നീടാണ് സപ്തമസ്കന്ധം ആരംഭിക്കുന്നത്. സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്നുള്ളതാണ്. ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ. അപ്പം കർമ്മവാസനകൾക്കനുസരിച്ചാണ് ഇവിടെ ഒരാൾക്ക് ഈശ്വരനെ ഉപാസിക്കാനായിട്ട് സാധിക്കും. അവരേത് കുലത്തിൽ ജനിക്കണോ എന്നുള്ളതിനല്ല പ്രാധാന്യം, അവർക്ക് ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കും. അസുരകുലത്തിൽ ജനിച്ചിട്ടും ഇവിടെ 2 പേര് 2 രീതിയിലാണ് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്നത്. ഒന്ന് ഹിരണ്യകശിപു, മറ്റൊന്ന് പ്രഹ്ലാദൻ. അതാണ് 2 വാസനകളെയാണ് വർണ്ണിക്കുന്നത്. ഒന്ന് സദ്വാസന, മറ്റൊന്ന് ദുർവാസന എന്ന് പറയും. അപ്പോൾ സദ്വാസനയ്ക്ക് പ്രതീകമായിട്ട് പ്രഹ്ലാദനെ അവതരിപ്പിച്ചു. ചീത്ത രീതിയിൽ ജീവിച്ചതായിരിക്കുന്ന ഹിരണ്യകശിപു, ആ ഹിരണ്യകശിപുവിൻ്റെ കഥയും വർണ്ണിക്കാൻ പുറപ്പെട്ടു. സമപ്രിയ സുരൽ ബ്രഹ്മൻ. ഗംഗാനദിയുടെ തീരത്തിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ശ്രീശോബ്രഹ്മർഷിയോട് പറഞ്ഞു, ഹേ ശ്രീശോബ്രഹ്മർഷി, അങ്ങ് ഇതുവരെ പറഞ്ഞ കഥയിലൊക്കെ സാക്ഷാൽ മഹാവിഷ്ണു ദേവന്മാരെ അനുഗ്രഹിക്കുന്നു, അതേപോലെ അസുരന്മാരൊക്കെ നിഗ്രഹിക്കുന്നു. ഈ മഹാവിഷ്ണു ഒരിക്കലും ദേവന്മാരെ അനുഗ്രഹിച്ചതായിരിക്കുന്ന കഥകളല്ലേ? ഒരു പക്ഷപാതിയാണോ ഈ മഹാവിഷ്ണു? അതുകൊണ്ട് മഹാവിഷ്ണുവിന് ദേവന്മാരെ അസുരന്മാരെ അനുഗ്രഹിച്ച ഏതെങ്കിലും കഥകളുണ്ട് വെച്ചാൽ അതൊന്ന് എനിക്കിതാ കേട്ടാൽ തരക്കടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ അങ്ങ് വിചാരിച്ചതുപോലെ ഒരാളല്ല ഈ ഭഗവാൻ. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് നിർഗുണനാണ് അല്ലേ. നിർഗുണനായിരിക്കുന്ന ഭഗവാനെ ഒരു ഗുണവും ബാധിക്കുന്നില്ല. ഈ ഗുണമൊക്കെ ആരെയാണ് ബാധിക്കുന്നത്? നമ്മളെപ്പോലതായിരിക്കുന്ന ആളുകളെയാണ് ഗുണം ബാധിക്കുക.
സത്വഗുണമായാലും ശരി, രജോ ഗുണമായാലും ശരി, തമോ ഗുണമായാലും ശരി, ഇതൊക്കെ നമ്മളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ നമ്മളെ ജീവിതത്തിലെ രജോ ഗുണം കൂടി വരുമ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് തീരണം അല്ലേ. സത്വഗുണമാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് വെച്ചാലോ അവരെയാണ് ദേവന്മാർ എന്ന് പറയാം. ഇനി തമോ ഗുണമാണ് ഒരാളുടെ ജീവിതത്തിൽ അധികം ഉള്ളത് വെച്ചാൽ അവർ രാക്ഷസന്മാരായിട്ട് മാറുന്നു. അപ്പോൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആരാ രാക്ഷസൻ? നമ്മൾ തന്നെയാണ് രാക്ഷസൻ. അസുരൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അസുരൻ. നമ്മൾ തന്നെയാണ് ദേവന്മാരും അല്ലേ. അപ്പോൾ ദേവൻ എന്ന് പറഞ്ഞാലും അസുരൻ എന്ന് പറഞ്ഞാലും രാക്ഷസൻ എന്ന് പറഞ്ഞു വെച്ചാലും ഒക്കെ നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതൊന്നും ആരെ ബാധിക്കില്ല? ഭഗവാനെ ഇതൊന്നും ബാധിക്കുന്നതല്ല. ഭഗവാൻ നിർഗുണനാണ്. ആ നിർഗുണനായിരിക്കുന്ന ഭഗവാന് ഒരാൾ ഏത് രീതിയിൽ തൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല. ചിലവർ തമോ ഗുണ പ്രധാന രീതിയിലാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുക. അപ്പോൾ തമോ ഗുണ വാസനയിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന ആളാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, കംസൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ. ഏനകേന പ്രകാരേണ മനഃകൃഷ്ണേ നിവേശയിൽ. ഓരോരോ ആളുകൾക്കും ഓരോ രീതിയിലേ ഭക്തി ഇതാ ഉണ്ടാവുള്ളൂ അല്ലേ. ചില ആളുകൾക്ക് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവില്ല. ചിലവർക്ക് അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടെ ഇത് ഇങ്ങനെ ഒരു വിഗ്രഹം അയ്യോ ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ അല്ലേ. ചിലവർക്ക് എന്ത് വേണം? ഭക്തി ഉണ്ടാവും. ചില കാവിലൊക്കെ പോകണം. അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചുവന്ന പൊട്ടൊക്കെ എടുത്ത് കൊടുത്ത് കയ്യിലേക്ക് വാളൊക്കെ എടുത്ത് അങ്ങനെ വെട്ടി വെളിച്ചപ്പെട്ട് അല്ലേ, ശരീരത്തിന് രക്തമൊക്കെ പുറത്തേക്ക് ഹാവുണ്ട് ഭഗവാൻ ഇതന്നെയാട്ടോ ദൈവം, ഇതന്നെയാട്ടോ ദൈവം. അത് ഭക്തിയല്ല എന്ന് പറയാൻ പറ്റൂ. അയാളുടെ ഭക്തി ആ രീതിയിലാണ്. അയാൾക്ക് അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ചില ആളുകൾക്കോ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതെന്താ കാണിക്കുന്നത് കണ്ടില്ല, എന്തിനാ അയാൾ ശരീരത്തിന് വെട്ടി വെളിച്ചപ്പെട്ട് ശരീരത്തിൽ ഇങ്ങനെ രക്തം ഇങ്ങനെ ഇതാക്കണത്? അത് ചിലവർക്ക് അത് ഇഷ്ടാവില്ല. ചിലവർക്ക് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാലാണ് ഭഗവാനോട് നല്ല ഭക്തി ഉണ്ടാവുക. ശ്രീകോവിലുള്ള ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് ഭക്തി ഉള്ളത്. ഗോപ്യക്കാമാത്, ഗോപസ്ത്രീകൾക്ക് കാമം എന്നുള്ള വികാരമായിരുന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള വഴി. ജാരാത്മന എന്ന പരമാത്മതയാ, ഒരു പരമാത്മാവായിട്ടല്ല ഭഗവാനെ ഗോപസ്ത്രീകൾ കണ്ടത്, ഒരു ജാരനായിട്ടാണ്. ഞങ്ങൾ എപ്പോഴാണോ മനസ്സിൽ കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിച്ചേരുന്നു. എപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാലും എൻ്റെ അടുത്തേക്ക് വരുന്നു കൃഷ്ണൻ അല്ലേ. ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ മോക്ഷത്തിനെ പ്രദാനം ചെയ്തല്ലേ. ഭയാൽക്കം സഹ, ഭയം എന്നുള്ള വികാരം കൊണ്ടാണ് കംസന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. കംസന് 8 എന്ന് കേൾക്കാൻ വയ്യ. 8ാമത്തെ ഉണ്ണിയെ കൊല്ലുന്ന അങ്ങോട്ട് കേട്ടതോടുകൂടി പിന്നെ കംസന്റെ രാജ്യഭാരകാലത്ത് 8ാം ക്ലാസ് ഇല്ല. 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഡബിൾ പ്രൊമോഷൻ. 8 എന്ന് കേൾക്കാൻ വയ്യ ഇയാൾക്ക്. മാത്രമല്ല ഇയാൾക്ക് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും കംസന് നല്ല പരിചയാത്ര. മത്സ്യാവതാരം വെള്ളത്തിലിറങ്ങിയ കുളിക്കില്ല. വെള്ളത്തിലിറങ്ങിയാലല്ലേ മത്സ്യനെ ഉപദ്രവിക്കുള്ളൂ. കുളിക്കണില്ല കഴിഞ്ഞില്ല. ഒരു ഉരുള കയ്യിലേക്ക് എടുക്കുന്ന സമയത്താണ് വാമനാവതാരം ഓർമ്മ വരും. ചിലപ്പോൾ ഭഗവാനേറ്റം ഈ അരിൻ്റെ ഉള്ളിലേറ്റം വന്നിരുന്നുണ്ട് വെച്ചാലോ, ഈ ഉരുള ഞാൻ കഴിച്ചിട്ട് ഭഗവാൻ എൻ്റെ ശരീരത്തിൽ അങ്ങോട്ട് വളർന്നു വന്നിട്ടുച്ചാൽ ഞാൻ മരിച്ചു പോവില്ല. ഭക്ഷണം കഴിക്കണില്ല. ആലോചിച്ച് നോക്കൂ, ഭക്ഷണം കഴിക്കണില്ല, കുളിക്കണില്ല. എപ്പോഴും ആരെയാ ഓർക്കുന്നത്? ഭഗവാനെ തന്നെ ഓർത്ത് 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 ഓർത്ത്. നമ്മളും പറയണ്ടല്ലോ ഭക്തന്മാരാണെന്നൊക്കെ പറയണ്ട. എപ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ ഓർക്കണുണ്ടോ? ആലോചിച്ച് പോലെ എപ്പോഴെങ്കിലും നമ്മളിതാ ഭഗവാനെ ഓർക്കണുണ്ടോ? ഒരു 5 മിനിറ്റ് നേരം തന്നെങ്കിലും ആത്മാർത്ഥമായിട്ട്. എന്നാൽ ഈ കംസന് ഭഗവാനെ മറക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും ഭഗവാനെ തന്നെയാണ് ഈ കംസ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കംസനല്ലേ നമ്മളെക്കാളിലും മുന്നേ മുക്തി കൊടുക്കേണ്ടത് ഭഗവാനല്ലേ. നമ്മളെക്കാളിലും മുന്നേ മുക്തി കൊടുക്കേണ്ടതായിരിക്കാം കംസനാണ് മുക്തി കൊടുക്കേണ്ടത്. ഭഗവാൻ ഒരാളെ എങ്ങനെ തന്നെ ഉപാസിക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം. ഏനകേന പ്രകാരേണ മന കൃഷ്ണേ നിവേശയിൽ. കൃഷ്ണനെ തന്നെ ചിന്തിച്ച് പേടിച്ച് 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 അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. പേടിച്ച് 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 ഭഗവാൻ എങ്ങനെ പേടിയോട് പേടിയില്ല ഭഗവാൻ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ മോക്ഷത്തിന് പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കഥ അങ്ങയോട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഹിരണ്യകശിപുവിൻ്റെ ചരിത്രം വർണ്ണിക്കാനായിട്ട് പുറപ്പെടുന്നത്. ഇവിടെ രാജസൂയ മഹായാഗം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും അതേപോലെ പാണ്ഡവരും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ശിശുപാലനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രാജസൂയത്തിൽ. അങ്ങനെ ശിശുപാലൻ ഭഗവാനെ പറ്റിയുടെ പലതരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞു. തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന തൃച്ചക്രം കൊണ്ട് ആ ശിശുപാലന് ഭഗവാൻ മോക്ഷത്തിനെ പ്രദാനം ചെയ്തു. അവ കഥ കണ്ടുകൊണ്ടിരിക്കുന്ന രാജസൂയത്തിൽ ഇരിക്കുന്നതായ പാണ്ഡവര് നാരദ മഹർഷിയോട് ചോദിച്ചു, നാരദ മഹർഷി ഭഗവാനെ പറ്റിയിട്ട് വേണ്ടാത്ത പറയുന്ന ആൾക്കാരുടെ നാവിൻ്റെ മുള മഹാരോഗം വരുന്നതാണ് ഞാനിതാ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഭഗവാനെ പറ്റിയിട്ട് എന്തൊക്കെ വേണ്ടാത്തരാണിതാ ഇപ്പോൾ ശിശുപാലൻ അവിടെ ഇരുന്നതാ പറഞ്ഞത്.
ഭഗവാനാണ് പാദസേവ ചെയ്യണത് എന്ന് മനസ്സിലായപ്പോൾ അപ്പം തന്നെ എഴുന്നേറ്റ് പോത്രേ ശിശുപാലന് കൃഷ്ണൻ അങ്ങോട്ട് കേൾക്കാൻ വയ്യ. കൃഷ്ണദ്യുട്ട് കൃഷ്ണവൈരിയാണ് അത്ര. കൃഷ്ണൻ അങ്ങോട്ട് കേൾക്കാൻ വയ്യ ശിശുപാലന്. ഭഗവാന്റെ പാദപൂജ നടത്തുന്നത് എന്ന് മനസ്സിലായപ്പോൾ എഴുന്നേറ്റു ശിശുപാലൻ അവിടെ ഇരുന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൃഷ്ണനെ യഥാ പൂജ കഴിക്കുന്നത്? അപ്പോൾ ശിശുപാലിൻ്റെ അടുത്ത് ഭീമസേനൻ കയറി വന്ന ശിശുപാല ചോളിൻ്റെ കൈ പിടിച്ച് ഇരിക്കടാ അവിടെ പറഞ്ഞ് അവിടെ ഇരുത്തിയ. അങ്ങനെ ഭഗവാന്റെ ആ പാദപൂജയൊക്കെ കഴിച്ച് ഭഗവാന്റെ പാദതീർത്ഥം എല്ലാവരുടെയും ശിരസിലേക്ക് ആക്കിയതോടുകൂടി ഇപ്പോൾ ശിശുപാലിൻ്റെ ശിരസിലും ആ തീർത്ഥം വന്നതാ വീണുത്രേ. സഹിച്ചില്ല ശിശുപാലിന്. അവിടെ ഇരുന്ന് ഭഗവാനെ പറ്റിയിട്ട് ഓരോന്ന് ഇങ്ങനെ പറയാനായിട്ട് ഇതാ പുറപ്പെടും. എന്താ കൃഷ്ണനുള്ള പ്രാധാന്യം? നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൃഷ്ണനെ തന്നെ അതാ പൂജ കഴിക്കുന്നത്? കാരാഗൃഹത്തിൽ ജനിച്ചതാണോ ഇവൻ്റെ പ്രാധാന്യം? അനവധി ഭാര്യമാരോട് കൂടിയിട്ട് ജീവിക്കുന്നതാണോ ഈ കൃഷ്ണൻ്റെ പ്രത്യേകത? എനിക്ക് പറഞ്ഞു വെച്ചതായിരിക്കുന്ന പെൺകുട്ടിയെ കല്യാണത്തിൻ്റെ തലേ ദിവസം വന്ന് കട്ട് കൊണ്ടുപോയതാണോ ഈ കൃഷ്ണൻ്റെ പ്രാധാന്യം? അതാണോ നിങ്ങളിതാ കേമത്തായിട്ട് ഇതാ കാണുന്നത്? പെൺകുട്ടികൾ കാലിൻ്റെ നമ്മൾ ആഭരണം ഇട്ട് നടക്കുന്നത് പോലെ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ഓരോ പാദസരമൊക്കെ അങ്ങനെ നടക്കും. ഇതാണോ കൃഷ്ണൻ്റെ കേമത്തല്ലേ? ഇങ്ങനെ ഓരോന്ന് പറയാൻ പുറപ്പെട്ടപ്പോൾ പലരും കയ്യിലേക്ക് വാളെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇതാ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളല്ലല്ലോ പറയുന്നത്, എന്നല്ലേ പറയുന്നത്. മാത്രമല്ല ഭഗവാൻ അവിടെ ഇരുന്ന് ശിശുപാലൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഭഗവാൻ കയ്യിൽ ഇങ്ങനെ എണ്ണ അത്ര 1 2 3 4 5. ആൾക്കാർക്ക് മനസ്സിലായില്ല. ഇതെന്താ LKG കുട്ടികളെ എണ്ണം പഠിക്കണത് പോലെ ഭഗവാൻ 1 2 3 4 എന്നിങ്ങനെ എണ്ണണത്. എന്താ ഭഗവാൻ എണ്ണണത്? ഈ ശിശുപാലിൻ്റെ അമ്മയ്ക്ക് ഭഗവാൻ അതാ ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ പണ്ട്. എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തത് അവതരിച്ചത് അതേപോലെ തന്നെയാണ് ശിശുപാലനുണ്ടായത്. ഭഗവാൻ ഉണ്ടായ സമയത്ത് 4 കൈ ഉണ്ടായിരുന്നു അല്ലേ? ശിശുപാലൻ ഉണ്ടായ സമയത്ത് 4 കൈ ഉണ്ടായിരുന്നു. ഭഗവാൻ ഉണ്ടായ സമയത്ത് ഒരു അശരീരി വാക്കുണ്ടായിരുന്നു. അതേപോലെ ഈ ശിശുപാലൻ ഉണ്ടായ സമയത്ത് ഒരു അശരീരി വാക്കുണ്ടായി. എന്താ അശരീരി വാക്ക്? ഏതൊരാളുടെ മടിയിൽ ഇരിക്കുന്ന സമയത്താണോ ഈ ശിശുപാലിൻ്റെ 2 കൈ കൊഴിഞ്ഞു പോണത് അയാളാണ് ശിശുപാലിനെ വധിക്കുക. അതാണ് ഇത്ര അശരീരി വാക്ക് അല്ലേ? അപ്പോൾ ഈ അമ്മ ആരും ഉണ്ണിയെ കാണാൻ വന്നു കഴിഞ്ഞാലും അവരുടെ മടിയിൽ കുറച്ച് നേരം ഉണ്ണിയെ ഒന്ന് ഇരുത്തൂത്ര എന്നിട്ട് നന്നായിട്ട് നോക്കും. സ്നേഹം കൊണ്ട് ഇരുത്തല്ല, ഇനി അത് വിചാരിക്കണ്ട അല്ലേ? 2 കൈ എപ്പോഴാണ് പൊഴിഞ്ഞു പോണത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണിയെ കാണാനായിട്ട് വന്നതോടുകൂടി ഭഗവാന്റെ ആ മടിയിലും ശിശുപാലിനെ കൊണ്ടുപോയി ഇരുത്തി. അതോടുകൂടി 2 കൈ പൊഴിഞ്ഞു പോണത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി, എൻ്റെ ഉണ്ണിയെ വധിക്കുക കൃഷ്ണനാണ്. ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ ഈ ഉണ്ണിയില്ലേ ശിശുപാലൻ, നിന്നോട് 100 അപരാധം പറഞ്ഞു കഴിഞ്ഞാലേ ഇവനെ നീ വധിക്കാനായിട്ടതാ പാടുള്ളൂ. അപ്പം 100 അപരാധം ആവാൻ കാത്തിരിക്കാതെ 95 96 97 98 99 100ാമത് അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ സംശയം ഉണ്ടായില്ല. അത്രേ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള തൃച്ചക്രം എടുത്ത് ആ ശിശുപാലിൻ്റെ ശിരസിലേക്ക് അയച്ചു. ശിശുപാലിൻ്റെ ശിരസിൻ്റെ ഉള്ളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ദിവ്യമായിരിക്കുന്ന തേജസ് ഉൽക്കേവ ഭൂമികാച്യുത, അച്യുതൻ്റെ പാദങ്ങളിലേക്ക്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വന്നങ്ങോട്ട് ലയിക്കണത് ആ രാജസൂയത്തിലിരിക്കുന്ന 1 2 ആൾക്കാരല്ല, എത്ര ആൾക്കാരാണ് അവിടെ നിന്നാ വിചാരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ഭാര്യാസമേതനായിട്ട് വരണമെന്നാ ഭഗവാനെ എഴുത്തയച്ചത് അത്രേ. ആര്? പാണ്ഡവർ നടത്തുന്ന രാജസൂയത്തിലേക്ക്. ആ പാണ്ഡവരെ എഴുത്തയച്ചത് എങ്ങനെയാ അറിയൂ? കൃഷ്ണനെ ക്ഷണിച്ചത് കുടുംബസമേതം വരണം എന്നാ അത്ര. നമ്മളോടൊക്കെ ആ കുടുംബസമേതം വരണം എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ 1 ഭാര്യ 2 3 കുട്ടികളതൊക്കെ ഉണ്ടാവുള്ളൂ. ഭഗവാനോടൊക്കെ കുടുംബസമേതം വരണമെന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ചു. 1 2 ഭാര്യമാരെ ഭഗവാൻ 16,108 ഭാര്യമാർ ഭഗവാന്റെ ആ രജിസ്റ്ററിൽ കൃത്യമായിട്ട് എഴുതി വെച്ചത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതൊക്കെ അത് പറയാൻ പറ്റില്ലേ? എത്ര ഒരു കുട്ടികളുടെ സ്ഥിതി കൊണ്ട് ഭഗവാൻ ഓരോ ഭാര്യമാരിലും 10 ആൺകുട്ടികളുടെ പേര് കൃത്യമായിട്ട് ആ 200 പേജിൻ്റെ പുസ്തകത്തിൽ ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഭാര്യമാർ മുഴുവൻ വരില്ലേ? ഈ കുട്ടികളെല്ലാവരും വരില്ലേ അല്ലേ? 18 മാസക്കാലമാണ് രാജസൂയം. അപ്പോൾ ആ രാജസൂയത്തിൽ കുട്ടികളിലൊക്കെ 1.5 കൊല്ലക്കാലം ഇവരുടെ ആ പഠിപ്പൊക്കെ ഇല്ലാതെയാക്കാൻ പറ്റുമോ? ചെറിയ കുട്ടികൾ പറഞ്ഞു വെച്ചാൽ അവർ LKG UKG പഠിക്കുന്ന ഓരോ കുട്ടികൾ, അവരൊക്കെ ആ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചില്ലാച്ച പ്രയാസം. അപ്പോൾ അവരൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന മാഷന്മാരുണ്ടാവില്ലേ? മാത്രമല്ല ഇവരുടെ ഭാര്യമാർ, ഭഗവാന്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഓരോരോ ഭാര്യമാർക്കും 100 ദാസിമാരാത്രേ. അപ്പോൾ ഇവരൊക്കെ വരാതിരിക്കുമോ അല്ലേ? ഇങ്ങനെയല്ല, എന്തിനു പറയണോ? ഇപ്പോൾ ആ ദ്വാരകാപുരി ഒന്നിച്ചതാ പൂട്ടി. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, താക്കോൽ ആരാ പിടിക്കുക ചോദിച്ചു. ഇത്രയും പോണ സമയത്ത് എല്ലാവരും ഭഗവാന്റെ കൂട്ടത്തിൽ പുറത്തേക്ക് ഇതാ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പം പറഞ്ഞു ഏട്ടൻ തന്നെ നോക്കിക്കോളൂ കേട്ടോ, ഇനി വേറെ ആരും ഇവിടെ ഉണ്ട് തോന്നില്ല പറഞ്ഞ ബലരാമേട്ടൻ്റെ കയ്യിൽ താക്കോല് കൊടുത്ത് ഇപ്പോൾ ദ്വാരകയിൽ ഒരാളില്ലാത്രേ. എല്ലാവരും ഒന്നിച്ച് തിമിങ്കിലോർമിഭി, എങ്ങനെയാണോ സമുദ്രം എരച്ച് വരുന്നത് അതേപോലെയാണ് ഇതാ ഇപ്പോൾ ആ പാണ്ഡവരുടെ അടുത്തേക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാജസൂയ മഹായാഗം കേമാക്കാൻ വേണ്ടിയിട്ട് ഇതാ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭഗവാൻ ആദ്യം തന്നെ കുന്തിദേവിയുടെ അടുത്തേക്ക് ഇതാ കയറിപ്പോയി. എന്നിട്ട് അച്ഛൻ്റെ സഹോദരി ആ കുന്തിദേവി എത്രയാ വയസ്സായതെന്നാണ് വിചാരിച്ചത്. ഒരു വലിയ കസാലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. ആ കുന്തിദേവിയുടെ അടുത്ത് വന്നിരുന്ന അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ ചോദിച്ചു അത്രേ. വേഗം ഭഗവാനെ മടിയിലേക്കാണ് കയറ്റി ഇരുത്തിയത്രേ കുന്തിദേവി. അപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ കുട്ടികളൊക്കെ പാടെ വന്ന് ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുക, കണ്ടില്ലേ നമ്മളുടെ മുത്തശ്ശൻ വേറെ വലിയൊരു മുത്തശ്ശീൻ്റെ മടിയിൽ ഇതാ കയറിയിരിക്കണത്. കുട്ടികൾ ഇങ്ങനെ നോക്കിയിരിക്കുക അത്രേ ഭഗവാൻ. അപ്പോൾ കുന്തിദേവി, വയസ്സായ കുന്തിദേവി ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണ നിനക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നീ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ മടിയിൽ ഇങ്ങനെ അതാ കയറിയിരുന്ന നിനക്ക് എത്രയാ ഞാനിതാ ഈ ചോറിൻ്റെ ഉരുളിയൊക്കെ വായലേക്ക് ഇതാ തന്നതെന്ന് നിനക്ക് ഓർമ്മ ഉണ്ടോ കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞു. ഇപ്പോഴും നിനക്ക് അങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ചെറിയ കുട്ടികളെ ഇടയിൽ കഴിക്കണം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ തലയോണ്ട് ഇങ്ങനെ കാണിച്ചു, കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു. എന്നാ ശരി പറഞ്ഞാൽ കുന്തിർപ്പിതേയാ കൃഷി. അങ്ങനെ ആ കുന്തിദേവി ഭഗവാനതാ ഓരോരോ ഉരുളയായിട്ട് ഇങ്ങനെ വായലേക്ക് ഇതാ വെച്ചതാ കൊടുക്കുന്നു അല്ലേ. മാത്രമല്ല ഭഗവാന്റെ ഭാര്യമാരെ ഓരോരുത്തരെയായിട്ട് അങ്ങനെ അതാ അകത്തേക്ക് ഇതാ സ്വീകരിച്ചതാ കൊണ്ടുവന്ന് അതിഗംഭീരമായിരിക്കുന്ന രാജസൂയ യാഗത്തിൽ ഇവിടെ നാരദ മഹർഷി കഥ പറയാനായിട്ട് പുറപ്പെട്ടപ്പോൾ എത്ര ആൾക്കാരാ മുന്നിലിരിക്കുന്നത് അറിയില്ല. ഭഗവാന്റെ ഭാര്യമാരൊക്കെ ഒരു ഭാഗത്ത്, ഭഗവാന്റെ കുട്ടികളൊക്കെ വേറൊരു ഭാഗത്ത്, 5 വയസ്സായ കുട്ടികളുടെ ഭാഗത്ത്, 6 വയസ്സായ കുട്ടികൾ വേറെ, 7 വയസ്സായ കുട്ടികൾ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ കൃത്യമായിട്ട് എന്തൊരു അലങ്കാര ഭഗവാന്റെ സ്ഥിതി ഇതാണ് വിചാരിച്ചത്. മാത്രമല്ല പാണ്ഡവര് 5 പേര് നേരെ മുന്നിൽ ഇതായിരിക്കുന്നുണ്ട്. നാരദ മഹർഷി സ്റ്റേജിലിരുന്ന് കഥ ഇങ്ങനെ പറയാനായിട്ട് പുറപ്പെടുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും അതെ കഥയല്ലേ, നാരദ മഹർഷിയല്ലേ കഥ പറയുന്നത്, കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിരിക്കുന്നത് എവിടെയാ ചോദിച്ചാൽ അർജുനൻ്റെയും ആ ഭീമൻ്റെയും ഇടയ്ക്ക്, അതിൻ്റെ അടുത്ത് തന്നെ അത്രേ ത്രിമൂർത്തികൾ മഹാദേവനും വന്നിരിക്കുന്നുണ്ട്, ബ്രഹ്മാവും വന്നിരിക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ ഭാര്യ സത്യലോകത്ത് നിന്ന് ആദ്യമേ പുറപ്പെട്ടിട്ടുണ്ട് അത്രേ. ആരാ ബ്രഹ്മാവിൻ്റെ ഭാര്യ? ആ സരസ്വതി ദേവി മുന്നിലേതാ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സരസ്വതി ദേവിക്ക് തോന്നി, അല്ല ഇപ്പം എന്ത് കഥയാണ് പറയുന്നത് ഇവിടെ ഇരുന്ന്, നരസിംഹാവതാരം കഥയല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഭഗവാന് നരസിംഹസ്വരൂപം എടുക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് നരസിംഹസ്വരൂപം ഭഗവാൻ എടുക്കേണ്ടതായിട്ട് വന്നത്? എൻ്റെ ഭർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് വേണ്ടാത്ത ഓരോ വരങ്ങളൊക്കെ ഇതാ കൊണ്ടുപോയിട്ട് ഇതാ കൊടുത്തു, അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും കാരണക്കാരനാരാ? എൻ്റെ ഭർത്താവായിരിക്കുന്ന ബ്രഹ്മാവല്ലേ. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതാണ് നമ്മൾ തോന്നുന്നത്രേ. ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് യശോദാദേവി ഇങ്ങനെ കടത്തി ഉറക്കുമ്പോൾ ഓരോ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂത്രേ. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ ഞാനിങ്ങനെ കഥ പറയുക, അതിൻ്റെ ഇടയ്ക്ക് നീ കടന്ന് ഉറങ്ങും, ഈ ഉറങ്ങിയിട്ട് വെച്ചാൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കഥ പറയണത്? അതുകൊണ്ട് നീ ഉറങ്ങിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എന്ത് വേണം, ഞാൻ ഇങ്ങനെ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നീ ഇടയ്ക്ക് മൂളിയാൽ മതി. നീ ഇടയ്ക്ക് ഇങ്ങനെ മൂളിയിട്ട് വെച്ചാൽ നീ ഉറങ്ങിയില്ല, എനിക്ക് മനസ്സിലാവില്ലേ? ശരി അമ്മേ, ഞാൻ മൂളിക്കോളാ പറഞ്ഞിട്ട് ആ കൃഷ്ണൻ ഒന്ന് കിടന്നുറങ്ങുന്നത് അത്രേ. അങ്ങനെയാണ് രാമായണം കഥയാണ് പറയാൻ പുറപ്പെട്ടത്. യശോദാദേവി പറഞ്ഞു, രാമോ നാമ ബഭൂവ. പണ്ട് രാമൻ്റെ പേരായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. എന്നാ കൃഷ്ണ മൂളാത്തത് ചോദിച്ചു. അപ്പം കൃഷ്ണൻ അവിടെ ഇരുന്ന് രാമോ നാമ ബഭൂവ ഹും തദബലാസീതേതി. ആ രാമൻ്റെ ഭാര്യയുടെ പേരാണ് സീത. അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്ന് ആ കിടക്കയിൽ കിടന്ന് ഭഗവാൻ അങ്ങനെ ഹുന്ന് മൂളിത്രേ. അങ്ങനെ രാമായണം കഥയൊക്കെ പറഞ്ഞ് ആ രാമൻ്റെ ഭാര്യയായിരിക്കുന്ന സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ മൂളക്കൊന്നും അല്ലാണ്ടായത് അത്രേ. ഭഗവാൻ ആ കിടക്കേൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിന്ന്, എവിടെ ലക്ഷ്മണ അമ്പും വില്ലും കൊണ്ടുപോവാ, ഇപ്പം ഞാൻ അവൻ്റെ കഥ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അത്ര. അപ്പോൾ ഈ കഥ നന്നായിട്ടറിയാം സരസ്വതി ദേവിക്ക്. ഇപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നരസിംഹാണെന്നിട്ടും ഭഗവാൻ ഓർമ്മ വന്നിട്ടിച്ചാലോ, ഞാൻ ഈ നരസിംഹസ്വരൂപം എടുക്കേണ്ട കാരണക്കാരനാരാ? ബ്രഹ്മാവാണ്. അപ്പോൾ ചിലപ്പോൾ ഭഗവാൻ നരസിംഹറ്റായിട്ട് വന്ന് എൻ്റെ ഭർത്താവായിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ തലയ്ക്കൊരു കടി കൊടുത്താൽ പിന്നെ എനിക്ക് ഭർത്താവ് ഉണ്ടാവില്ല. അപ്പോൾ ആരും കാണാതെ സരസ്വതി ദേവി മെല്ലെ എന്ത് ചെയ്തു, ബ്രഹ്മാവിനൊന്ന് കൈകൊണ്ട് തൊട്ടു അത്രേ. അപ്പം ബ്രഹ്മാവ് ചോദിച്ചു, എന്താ ചോദിച്ചു അത്രേ. അതെ, കൃഷ്ണൻ്റെ വല്ലാതെ അടുത്തിരിക്കുകയല്ല കേട്ടോ നല്ലത്, കുറച്ച് ദൂരത്തിരിക്കുക നല്ലത്. ഇങ്ങനെ ബ്രഹ്മാവും സരസ്വതി ദേവിയും കൂടി
ഒരു ഭാഗത്തതായിരുന്ന് നാരദ മഹർഷി പറയുന്നതായിരിക്കുന്ന ആ നരസിംഹാവതാര ചരിത്രം ശ്രദ്ധിച്ചതാ കേൾക്കണം അല്ലേ. അങ്ങനെ ഭ്രാതര്യേവം വിനിഹതോ ഹരിണ, സാക്ഷാൽ ഭഗവാൻ ഹരിസ്വരൂപം സ്വീകരിച്ച് ഇപ്പോ ഹിരണ്യാക്ഷനെ വരാഹസ്വരൂപം സ്വീകരിച്ചത് ഭഗവാൻ വധിച്ചു എന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശിപു വലിയതായ ഒരു പ്രതിജ്ഞത എടുക്കണം. എൻ്റെ സഹോദരന് രക്തത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മാറ് എൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഈ ശൂലം കൊണ്ടതാ കുത്തി കീറി അതിൽ നിന്ന് കിട്ടുന്ന രക്തം കൊണ്ടാണ് എൻ്റെ സഹോദരനെ ഞാനിതാ തർപ്പണം ചെയ്യാന്നൊക്കെ പ്രതിജ്ഞ എടുത്തു അത്രേ. അപ്പോൾ ഈ പ്രതിജ്ഞ അത് നിറവേറ്റണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്ത് വേണം? നന്നായിട്ട് തപസ് ചെയ്ത് തപോബലത ഉണ്ടാവണം. മന്ദിരപർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇതാ കയറിപ്പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് നേരെ മുന്നിൽ വന്നതാ പ്രത്യക്ഷപ്പെട്ട് നോക്കിയ സമയത്ത് അവിടെ ഇപ്പോൾ ഹിരണ്യകശിപുവിനെ കാണുന്നില്ല അത്രേ. ഹിരണ്യകശിപു നിന്നതായിരിക്കുന്ന സ്ഥലത്ത് വലിയൊരു മണ്ണിൻ്റെ പുറ്റാണിതാ കാണുന്നത്. അതൊക്കെ തട്ടി മാറ്റി ഇത്രേ ബ്രഹ്മാവ്. ഇപ്പോൾ ഒരു അസ്ഥി കൂടെ മാത്രമേ കാണുന്നുള്ളൂ. കയ്യിലുള്ള ഗംഗാജലം എടുത്തതാ തളിച്ചതോടുകൂടി കാരിരിമ്പിൻ്റെ ശരീര ശക്തിയോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ഹിരണ്യകശിപു. ഹംസത്തിൻ്റെ പുറത്തിരിക്കുന്ന ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മാവ് പറഞ്ഞു, അതിൻ്റെ അതോറിറ്റി ഞാനെല്ലാം നോക്കുന്നത്, എനിക്ക് കൂടി മരണമുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ അങ്ങക്ക് ഇങ്ങനെ ഒരു വരം തരിക? അത് മാത്രം എന്നോട് ചോദിക്കരുത് പറഞ്ഞു അത്രേ. അപ്പോൾ പിന്നെ ഓരോരോ വരം ചോദിക്കാനായിട്ട് പുറപ്പെട്ടു. അകത്തുനിന്ന് മരിക്കാൻ പാടില്ല, പുറത്തുനിന്ന് മരിക്കാൻ പാടില്ല. തരാൻ പറഞ്ഞു അത്രേ. ജീവുള്ളതുകൊണ്ട് മരിക്കാൻ പാടില്ല, ജീവനില്ലാത്തതുകൊണ്ട് മരിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഹംസത്തിന് പുറത്തിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവ് ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഭഗവാൻ കൈകൊണ്ട് കാണിച്ചു, നീ എന്ത് വരം മേടിച്ചാലും കൊടുത്തു, എനിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ കുറേ വരം ഇതാ കൊടുത്തു. പക്ഷെ ഒരു കാര്യം ഭഗവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഹിരണ്യകശിപു ഏതൊക്കെ വരാണോ ആഗ്രഹിച്ചത് അതേ രൂപം തന്നെ എടുക്കണം. അപ്പോൾ ഒരു 200 പേജിൻ്റെ പുസ്തകം ഒരു പെന്നൊക്കെ എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പം ഇങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ വരയ്ക്കുക അത്ര. ഏത് രൂപത്തിലാണ് ഞാൻ പോണ്ടത്, ഏത് രൂപത്തിലാണ് ഞാൻ പോണ്ടത് എന്ന് ഭഗവാൻ അവിടെ നിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ. അങ്ങനെ വരമൊക്കെ കിട്ടി അഹങ്കാരിയായിരിക്കുന്ന ആ ഹിരണ്യകശിപു ദേവലോകത്തിനെ ആക്രമിച്ചു. പിന്നെയും ഭൂമിയിലതാ എത്തിച്ചേർന്നു. കയാധുവിനെ കല്യാണം കഴിച്ചു. 4-5 കുട്ടികളുണ്ടായി. ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ഭഗവത് ഭക്തനായിട്ട് ഇതാ തീരണു. ഇപ്പോഴും ഭഗവാന്റെ തിരുനാമം തന്നെ ജപിക്കാനായിട്ട് പുറപ്പെട്ടു. ഇവനതാ ചണ്ടാമർക്കന്മാരുടെ അടുത്തേക്ക് പഠിപ്പിക്കാനായിട്ട് വിട്ടു. എന്താ ഉണ്ണി നീ ഇതാ പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. ധർമ്മമർത്ഥം ച കാമം ച. അച്ഛാ, എന്നും ഈ വീട്ടിലിരിക്കല്ല വേണ്ടത്, കാട്ടിലെ പോകൂ, ഹരിയെ ഉപാസിക്കൂ. ദേഷ്യം വന്നു ഹിരണ്യകശിപുവിന്. പിന്നെയും ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞയച്ചു. എന്നിട്ട് ഒരു ദിവസം വന്ന് ചോദിച്ചു, ഉണ്ണി നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ പ്രഹ്ലാദനാണ് ചോദിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള ആൾക്കാർ, ഇവിടുത്തെ മാഷന്മാർ പറഞ്ഞു തന്നതല്ല കേട്ടോ. പിന്നെയോ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നാരദ മഹർഷി ചില ഉപദേശങ്ങളൊക്കെ ഇതാ തന്നിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഇന്നാൾ പറഞ്ഞത് കുറച്ച് തെറ്റിപ്പോയിട്ടോ. ഒരാൾക്ക് പെട്ടെന്ന് തൻ്റെ വീടിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. തൻ്റേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ ലോകത്തിനെ ഉപേക്ഷിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് പെട്ടെന്ന് ഒരാൾക്ക് സാധിക്കില്ല. എന്ത് വേണം? ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഓരോരോ പടിയായി എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരണം. ശ്രവണം, ഭഗവാന്റെ കഥകളെ കേൾക്കുന്ന സമയത്താണ് മനസ്സതാ ശുദ്ധമായിട്ട് തീരുക. ശുദ്ധമായിരിക്കുന്ന മനസ്സിൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ ഇതാ ധ്യാനിക്കാനായിട്ട് ഇതാ സാധിക്കണം. കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം. ഭഗവാനെ കീർത്തിക്കുന്ന സമയത്ത് ശുദ്ധമായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുമ്പോൾ, ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുമ്പോൾ, ഭഗവാന്റെ പാദങ്ങളിലേക്ക് പൂക്കളിതാ സമർപ്പിക്കുന്ന സമയത്താണ് ആ ഈശ്വരൻ എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇതാ സാധിക്കുക. ആത്മസമർപ്പണം പരിപൂർണമായിട്ട് ഭഗവാനിലേക്ക് ഇതാ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇതാ ജീവിതം. ദേഷ്യം വന്നു ഹിരണ്യകശിപുവിന്. ഗരുഡഭാഷത്തിൽ ഇതാ ബന്ധിപ്പിച്ചു. കുട്ടികളോടായി പിന്നീട് ഇതാ ഉപദേശങ്ങൾ. കുട്ടികളെ ജീവിതം എന്ന് പറഞ്ഞാൽ അകപ്പാടെ കുറച്ചേ ഉള്ളൂ. 100 കൊല്ലം ആകുന്നില്ല, വെറുതെ പറയുക. 100 കൊല്ലം ഉണ്ടെച്ചാൽ പകുതി സമയവും നമ്മളെ കടന്നുറങ്ങി ഇല്ലാതാകുന്നില്ലേ. മാത്രമല്ല പഠിക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ ഭഗവാൻ ഉപാസിക്കുന്നുണ്ടോ? പഠനമൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്തും ഭഗവാൻ ഉപാസിക്കാൻ സാധിക്കുന്നില്ല. ജോലിയൊക്കെ അന്വേഷിച്ച് എങ്ങനെയോ ഒരു ജോലി കിട്ടി. അത് കഴിഞ്ഞ് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാ ഓടി നടക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്നത് വരെ ഭഗവാൻ ഉപാസിക്കാത്ത ഒരാൾ പിന്നീട് പിറ്റേ ദിവസം മുതൽക്ക് ആദ്യം തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരും. അങ്ങനെ ഉണ്ടാകും പോലെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രയാസങ്ങളാണ്. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ പറയണത് കേൾക്കണ്ടേ.
കല്യാണം കഴിഞ്ഞാൽ ആദ്യം എന്താ ഭാര്യ ഭർത്താവിനോട് പറയുക? ഇവിടെ കുറേ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണല്ലോ, ആദ്യം എന്താ പറഞ്ഞിട്ടുണ്ടാവുക ഭർത്താവിനോട്, അല്ലേ? ആദ്യം എന്താ ഭർത്താവിനോട് പറയുക ഭാര്യ? എന്നും ഈ വീട്ടിൽ ഇരുന്നാൽ മതിയോ ചേട്ടാ, പുതിയ വീട് വേണ്ടേ ചോദിക്കുക. ഒരുവിധ ആൾക്കാരൊക്കെ പുതിയ വീടുണ്ടാക്കണം, പുതിയ വീടുണ്ടാക്കണം. ഇപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഭഗവാൻ ഉപാസിക്കാൻ സാധിക്കുന്നുണ്ടോ? അതും നടക്കണില്ല, അല്ലേ? ഇങ്ങനെ വീടുണ്ടാക്കാൻ വേണ്ടി ലോകം മുഴുവൻ വീടുണ്ടാക്കണമെന്ന് ഭാര്യ പറയുമ്പോൾ തന്നെ ആദ്യം എന്താ നമ്മൾ ചിന്തിക്കുക? തൻ്റെ കയ്യിലുള്ള പൈസേൻ്റെ കണക്കല്ല, പിന്നെ ഭാര്യയുടെ കഴുത്തിൽ എന്തൊക്കെ സ്വർണ്ണം ഉണ്ട് എന്ന് ആദ്യം ഒന്നും നോക്കുക. ഇതൊക്കെ എന്നെ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചാൽ ഉപ്പിയൊക്കെ എടുക്കാതെ ഭാര്യേൻ്റെ അച്ഛനോടൊക്കെ ചോദിച്ചൊക്കെ താഴ്ത്തു വായിക്കാറിയിട്ടോ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് വീടുണ്ടാക്കാനായിട്ട് പുറപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായി? 4 കുട്ടികൾ കൂടി ഉണ്ടായി. ഇത്രയും ഒരുമിച്ച് പ്രസവത്തിൽ 4 എണ്ണം ഉണ്ടായി. ഞാൻ വിചാരിച്ചില്ലേ ഭഗവാനെ, 4 കുട്ടികൾ മാത്രമല്ല. ഈ കുട്ടികൾ എന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് എന്നും അസുഖം തന്നെയാണ്. ഒരാൾ ആ ഹോസ്പിറ്റലിൽ, വേറൊരാൾ വേറൊരു ഹോസ്പിറ്റലിൽ, ഓട്ടോറിക്ഷ എടുത്ത് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഭാഗവത സപ്താഹമൊക്കെ ഉണ്ട് വെച്ചാൽ അതിൻ്റെ ഇടയിലൊന്നായിട്ട് വന്നിരിക്കുമ്പോൾ അപ്പം പല തീരുമാനം എടുക്കും ഇത്രയും ആളുകളല്ലേ. എന്തൊക്കെ തീരുമാനം എടുക്കുക? റിട്ടയറായാൽ എന്തായാലും ഞാൻ ഒരു ഭാഗവതം വാങ്ങും കേട്ടോ, സംശയമില്ല, അല്ലേ? റിട്ടയറായി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഇനിയിപ്പോൾ കാണാം, അല്ലേ? വരുന്നുണ്ടല്ലോ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചോദിക്കും അത്രേ, ഒരു പുക ഇങ്ങനെ പോണത് കണ്ടാൽ ചോദിക്കും, എന്താ അവിടെ ഒരു സംഗതി പോണത്? ശബ്ദം കേൾക്കണില്ല, ചെവിയും കേൾക്കണില്ല, കണ്ണും കാണില്ല. ആ സമയത്ത് ആ നാമം ജപിക്കാനായിട്ട് ലോകം ഭാഗവതം വായിക്കാൻ വേണ്ടിയിട്ട് പൊപ്പട്ടെ അത്ര. ആ സമയത്ത് എവിടെ നടക്കുമോ വെറുതെ വിചാരിക്കുക. അതുകൊണ്ട് കുട്ടികളെ എന്ത് വേണം? കഴിയുന്നിടത്തോളം ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്ന് പറയുന്നതിൻ്റെ മുന്നേ തന്നെ കുട്ടികൾ അവിടെ ഇരുന്ന് ഉറക്കെ ഭഗവാന്റെ ആ നാമതാ ജപിക്കണോ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാമജപം കേട്ട് ദേഷ്യം വന്നതായിരിക്കുന്ന ഹിരണ്യേശിപ്പ് കയ്യിലേക്ക് വാളെടുത്ത് ഇപ്പോൾ പ്രഹ്ലാദൻ്റെ അടുത്തതാ എത്തിച്ചേണോ. പ്രഹ്ലാദനോട് ചോദിച്ചു, വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വിഗത്തസേ മുമൂർഷോണാം ഹി മന്ദാൽമൻ നനുസ്വർ വിപ്ലവാകിര. ത്വം മർത്തുകാമോസി, നീ മരണത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ നാമങ്ങൾ ഇവിടെ ഇരുന്നതാ ജപിക്കണത്. ഇങ്ങനെയുള്ള നാമം ജപിക്കാൻ പാടില്ല, ഞാൻ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, അല്ലേ? മരണം എടുത്ത ആൾക്കാർ പിച്ചും പേയും പറയുന്നത് പോലെയാണ് നീ ഇവിടെ ഇരുന്നതാ എനിക്ക് ഇഷ്ടമില്ലാത്തതായ ഓരോ കാര്യങ്ങളതാ പറയുന്നത്. നീയല്ലേ പറയുന്നത് സകല സ്ഥലത്തും ഭഗവാൻ ഉണ്ട് എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടതാ ഇവിടെ ആ ഭഗവാനേതാ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല? അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും സാക്ഷാൽ ഭഗവാനുണ്ട്. അങ്ങനെ ഒരു ഭഗവാനുണ്ടെങ്കിൽ എന്നെ വന്ന് രക്ഷിക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് പറയലും ഹിരണ്യശിപു തൻ്റെ കൈ കൊണ്ട്, വാഴ പിടിച്ച കൈ കൊണ്ട് ആ തൂണിനെ ഇടിക്കുന്നതും തൂണ് രണ്ടായിട്ട് പിളരുന്നതും സാക്ഷാൽ ഭഗവാൻ അവിടുന്ന് നരസിംഹ സ്വരൂപം സ്വീകരിച്ച് തപ്തസ്വർണ്ണ സുവർണ്ണ ഘൂർണതതിരൂക്ഷാക്ഷം സദാകേസര പ്രോത്കമ്പ പ്രതികുംഭിതാംബരമഹോ ജീയാത്തവേദം ബഭു വ്യാപ്ത മഹാദരീ സകമുഖം കൽപോഗ്രവൽകൻ മഹാജിഹ്വ. അതിഭീകര സ്വരൂപത്തോടു കൂടി പകുതി നരാകാരം അപ്പുറം സിംഹാകാരം എന്നുള്ള രീതിയിൽ വലിയതായിരിക്കുന്ന വായയിൽ നിന്ന് പുറത്തേക്ക് നാവ് ഈർച്ചവാള് പോലുള്ളതായിരിക്കുന്ന നാവ് പുറത്തേക്കെടുത്ത് 2 വരി മഞ്ഞ പല്ലുകൾ, ദംഷ്ട്രകൾ ഉയർന്നതായിരിക്കുന്ന നാസികയിൽ നിന്ന് ശ്വാസോച്ഛ്വാസം പുറത്തേക്ക് വരും. 3 കണ്ണുകളിൽ നിന്ന് തീയതാ പുറത്തേക്ക് പാറുന്നുണ്ട്. ചെറിയതായിരിക്കുന്ന കാതുകൾ, സടാരോമങ്ങളും കഴുത്തിൽ നിറച്ച ആഭരണങ്ങളായി അനവധി കൈകളിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ച്, പ്രത്യേകിച്ച് 16 കൈകൾ, അതിൽ പ്രത്യേകമായിരിക്കുന്ന ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഭഗവാൻ നഖം ആയുധമായി സ്വീകരിച്ചുകൊണ്ട് പീതാംബരപ്പെട്ടെടുത്ത് പാദങ്ങളിലെ സ്വർണ്ണത്തിൻ്റെ പാദത്തിലൊക്കെ അണിഞ്ഞ നരസിംഹ സ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ ഹിരണ്യശിപുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന് ഹിരണ്യശിപുവിനെ കൂട്ടിപ്പിടിച്ച് ചെവി അടുത്തേക്ക് വെച്ച് കൃത്വ അട്ടഹാസം, അതിഗംഭീരമായിട്ടൊരു അട്ടഹാസം നടത്തിയത്രേ. ആ അട്ടഹാസത്തിൽ തന്നെ ഒരു വിധം ഇല്ലാതായിട്ടുണ്ട്. ഹിരണ്യശിപുവിൻ്റെ കഥയൊക്കെ ഇല്ലാതായിട്ട് പിന്നെ എന്തൊക്കെയാ വരം വാങ്ങിയത്? സത്യം വിധാതും ഇതൊക്കെ സത്യമാക്കി തീർക്കണ്ടേ? രാവിലെ കൊല്ലാൻ പറ്റില്ല, രാത്രിയും കൊല്ലാൻ പറ്റും. അപ്പോൾ സന്ധ്യയാവണം. അപ്പോൾ ഈ മൃഗങ്ങളുടെ അടുത്തൊക്കെ പൂച്ചേൻ്റെ അടുത്തൊക്കെ എലി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊല്ലില്ല, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കും. ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചു. അങ്ങനെ അകത്തല്ലാതെ പുറത്തല്ലാതെ ഉമ്മർപ്പടിയുടെ മുകളിൽ കയറിയിരുന്ന് ഹിരണ്യശിപുവിനെ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് കാവടി പോലെ വളർന്നതായിരിക്കുന്ന ഹിരണ്യശിപുവിൻ്റെ ആ മാറില് ഭഗവാൻ തൻ്റെ മൂർത്ത നഖങ്ങൾ ഇറക്കി ഹിരണ്യശിപുവിൻ്റെ മാറ് കീറി അതിൽ നിന്നങ്ങനെ തളച്ചു വരുന്നതായിരിക്കുന്ന രക്തം പായം സിംഹാരവൻ. ആ രക്തത്തിനെ ഭഗവാൻ എടുത്ത് കുടിക്കുന്നുണ്ട്, രക്തം കൊണ്ട് ആറാടുന്നുണ്ട്. ഹിരണ്യശിപുവിൻ്റെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന നരസിംഹമൂർത്തി
എവിടേക്കൊക്കെയാണോ നോക്കുന്നത് ആ സ്ഥലം മുഴുവനും ഭസ്മായിട്ടതാ തീരുന്നു. എവിടേക്കും നോക്കാനായിട്ടതാ സാധിക്കുന്നില്ല. ഭീരുക്കളായിരിക്കുന്ന ദേവന്മാർ വന്ന് ഭഗവാനെ സ്തുതിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് പോലും അവിടെ നിൽക്കാനായിട്ടതാ സാധിക്കുന്നു. ഞങ്ങൾ ഭക്തന്മാരാണെന്ന് പറയുന്ന പല ആൾക്കാരും ഭഗവാന്റെ ആ ഭീകര സ്വരൂപം കണ്ട് ദൂരത്തേക്ക് യാത്രയായി. എങ്ങനെയായി ഭഗവാന്റെ ദേഷ്യം എന്നതാ ഇല്ലാതാവുക? അവിടാണ് പല ദേവന്മാർ വന്ന് ഭഗവാൻ സ്തുതിക്കുന്നത്. ആരുടെ സ്തുതി കേട്ടിട്ടും ദേഷ്യം മാറാത്തതായിരിക്കുന്ന ആ നരസിംഹമൂർത്തി അവസാനം ബ്രഹ്മാവ് വന്നതാ സ്തുതിച്ചു. ബ്രഹ്മാവ് പ്രഹ്ലാദനെ വിളിച്ചു കൊണ്ടുവരുന്നതും പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നതുമായ രംഗങ്ങളൊക്കെയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. അടുത്ത അധ്യായത്തിലാണ് നരസിംഹാവതാരം. നമ്മളുടെയും ജീവിതത്തിലുള്ള ചീത്ത ദുർവികാരങ്ങളെ, ദുർവാസനകളെ ഭഗവാൻ ഇല്ലാതാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ നരസിംഹാവതാര ഭാഗം നമുക്കിതാ പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഷ്ടമോധ്യായ. നാരദോ വാച അധ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണ്ണിതം ജഗൃഹുനിരവധ്യത്വാം നൈവ ഗുരുമനുശിക്ഷിതം അഥാചാര്യസുതസ്തേഷാം ബുദ്ധിമേകാന്തസംസ്ഥിതാം ആലക്ഷ്യഭീതസ്തുരിതോ രാജ്ഞാ വേദയദ്യഥാ ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം ധനയാനയം കോപാവേശലദ്ഗാത്രപുത്രം മഹന്തും മനോദധേ ക്ഷിപ്ത്വാ പരുഷയാ വാചാ പ്രഹ്ലാദമദർഹണം ആഹേ ക്ഷമാണപാപേന തിരശ്ചീനേന ചക്ഷുഷാ പ്രശ്നയാവിനദം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പഃ പദാഹദൈവ ശ്വസൻ പ്രകൃതിദാരുണഃ ഹേ ദുർവിനീത മന്ദാത്മൻകുലഭേദകരാധമ സ്തബ്ധം മച്ഛാസനോദ്ഭൂതം നേഷ്യേ ത്വാദ്യമക്ഷയം ക്രുദ്ധസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വരാः തസ്യ മേ ഭീതവന്മൂഢ ശാസനം കിം ബലോത്യഗാഃ. പ്രഹ്ലാദ ഉവാച ന കേവലം മേ ഭവതശ്ച രാജൻ സവേ ബലം ബലിനാം ചാപരേഷാം പരേ വരേ മേ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാഃ. സ ഈശ്വരകാലൗരുക്രമോ സാവോജസഃ സത്വബലേന്ദ്രിയാത്മാ സ ഏവ വിശ്വംഭരമസ്വശക്തിഭിः സൃജത്യവത്യത്തി ഗുണത്രയേശഃ. ജഹ്യാസുരം ഭാവിമം ത്വമാത്മനഃ സമം മനോധത്സ്വരസന്തി വിദ്വിഷാ ഹൃദയചിതാത്മന ഉത്പഥസ്ഥിതാത് തദ്ധിഹ്യനന്ദസ്യ മഹൽ സമർഹണം ദസ്യുൻപുരാഷണ്ണ വിജിത്യ ദുൽപദോ മന്യന്ത ഏകേ സ്വജിതാദിശോ ദശ ജിതാത്മനോജ്ഞസ്യ സമസ്യ ദേഹിനാം സാധോ സമോഹ പ്രഭവാ കുതഃ പരേ. ഹിരണ്യകശിപുരുവാച വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വിഗദ്ധസേ മുമൂർഷൂണാം ഹിമന്താത്മന്നനുസ്യുരു വിപ്ലവാഗിര യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വരഃ ക്വാസൗ യദി സ സർവത്ര കസ്മാത് സ്തംഭേ ന ദൃശ്യത്തെ സോഹം വിഗദ്ധമാനസ്യ ശിരക്കായാധരാമി തേ ഗോപായേത ഹരിസ്ത്വാദ്യായസ്തേ ശരണമീപ്സിതം. ഏവം ദുരുക്തൈർമുഹുരർദയന്നുഷാ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഹൃഗ്യോത്പതിതോ വരാസനാത് സ്തംഭം ദദാടാദിബലസ്വപുഷ്ടിന തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ ബഭൂവ യേനാണ്ടകടാഹമസ്ഫുടത് യം വൈ സ്വദിഷ്ണോപഗതം ദ്വിത്വജാത് ശ്രുത്വാ സധാമാപ്യയമംഗമേനിരേ സവിക്രമൻ പുത്രവധേത് സുരോജസാ നിശമ്യ നിർഹ്ലാദമപൂർവമദ്ഭുതം അന്തഃസഭായാം നദദർശ തത്പദം വിദത്ര സുര്യേന സുരാരിയൂഥപാഃ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം മൃഗം നമാനുഷം സർവത്ര ഗോവിന്ദനാമസംകീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സത്വമേനം പരിതോ വിപശ്യൻ തപസ്യ മധ്യാഹ്നം നായം പ്രഗോ നാപരോ വിചിത്രമഹോ വിവേദന്മൃഗേന്ദ്രരൂപം മീമാംസമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹരൂപസ്ഥലം ഭയാനകം പ്രദർപ്പജാമീകരചണ്ഡലോചനം സ്ഫുരൽ സമാനവേസരജംഭിധാനനം
करालदंष्ट्रं करवाण चञ्चलक्षुरान्तजिह्वं भ्रुकुटीमुखोल्बणं स्तब्धोर्ध्वकर्णं गिरिगन्धराद्भुतव्याप्तास्त्यनासं हनुभेदभीषणं दिविस्पृशल्काय मदीर्घपीर्वरङ्गीवोरुवक्षस्थलमल्पमध्यमम् चन्द्रांशुगैरैच्छुरिदं धनुर्विश्वभुजानीकशतं नखायुधम् दुरासदं सर्वतविजयधरायुधप्रवेगविद्राविददैत्यदानवं प्रायेण मेयं हरिणोरुमायिना वधस्मृतोनेन समुद्यतेन किम् एवं ब्रुवं स्तभ्यपदद्गजाय गदायुधो नदन्नृसिंहं वदिदैत्यकुञ्जरा अलक्षितोऽग्नौ पतितपदङ्गमो यथा नृसिंहौजसिसोऽसुरस्तदा न तद्विचित्रं खलु सत्त्वधामनि स्वतेजसा येऽनुपुरा विवत्तम तदोऽभिपद्याभ्यानन्महासुरो रुषा नृसिंहं गदयोरुवेगया तं विक्रमन्दं सगदं गदाधरो महोरगं दार्क्षसुतो यथा गृहीत सदस्य हस्तोल्कलितस्तदासुरो विक्रीडतो यद्दुदहिर्गरुन्मदा अथा असाध्वमन्यन्दहृदौगसोमराघनच्छदा भारत सर्वधिष्ण्यपाः तं मन्यमानो निजवीर्यसङ्गितं यद्धस्तमुक्तो नृहरिं महासुरा पुनस्तमासज्जत खड्गजर्मणि प्रगृह्य वेगेन जिदश्रमो मृधे तं शेन वेगं शतचन्द्रपद्मभिश्चरन्दमच्छिद्रमुपर्यथो हरि कृत्वा अट्टहासंहरमुत्सरोद्बणं निमीलिताक्षं जगृहे महाजवा विश्वस्फुरन्दं ग्रहणादुरं हरिर्व्याळो यथाघं कुलिशाक्षतत्वचं द्वार्यूरापातिदारलीलया नघैर्यथाहिं गरुडो महाविशम् संरम्भदुष्प्रेक्षकराळलोचनो व्याताननान्दं विलिहंसुदिह्वया असृग्लवाक्तारुणकेसराननो यथान्द्रमालीन्यपद्युपहत्यया हरि नखाङ्कुरोत्पाडिधरत्सरोरुहं विसृज्य तस्यानुचरानुदायुधान् अहन् समन्दां नखशस्त्रपारश्मिभिर्दोर्दण्डयूथोऽनुपधान् सहस्रशा सटावधूता जलदा परापदन् ग्रहाश्च तद्दृष्टिविमुष्टरोजिषा अम्भोदयश्वासहदा विचक्षुभुर्नरहृदभेदा दिगिभा विचक्रुशौ द्यौस्तत्सडोक्षिप्तविमानसङ्कुला प्रोत्सर्पदक्ष्मा जपदादिपीडिता शैलासमुत्पेदुरमुष्यरं हसा तत्तेजसाघं ककुभो नरेजिरे तदस्सभायामुपविष्टमुत्तमे नृपासने सम्भृततेजसं विभुम् अलक्षितद्वैरथमत्यमर्षणं प्रचण्डवक्त्रं न बभाजकश्चन निशम्य लोकत्रयमस्तकज्वरं तमादिदैत्यं हरिणाहतं हृदे प्रहर्षवेदोत्कलिदाननामुः प्रसूनेर्ववृषुः सुरस्त्रिया तदा विमानावलिभिः निशम्यलोकत्रयमस्तकज्वरं तमादिदैत्यं हरिणाहतं हृदे प्रहर्षवेगोत्कलिदाननामुः प्रसूनवर्षेर्ववृषुः सुरस्त्रिया तदा विमानावलिभिर्नभस्थलं दिदृक्षतां सङ्कुलमासनागिनां सुरानगादुन्दुभयोऽथ जग्निरे गन्धर्वमुख्या नन्दुर्जगुस्त्रिया तत्रोपव्रज्य विबुधा ब्रह्मेन्द्रगिरिशादया ऋषयः पितरः सिद्धा विद्याधरमहोरगाः मनवप्रजानां मदयो गन्धर्वाप्सरचारणाः यक्षा किंपुरुषास्तादा वेदाला सिद्धकिन्नराः ते विष्णुपार्षदा सर्वे सुनन्दकुमुदादयः मूर्ध्निबद्धाञ्जलिगुणा आसीनं तीव्रतेजसं नीडिरेवरशारद्धूलं नादिदूरचरा पृथक् ब्रह्मोवाच नतोऽस्मिनन्दाय दुरन्तशक्ते विचित्रवीर्याय पवित्रकर्मणे विश्वस्य सर्गस्थितिसंयमानुगुणये स्वलीलया सन्ततदेवे आत्मने श्रीरुद्र उवाच कोपकालो युगान्तस्ते हतोऽयमसुरोल्पगा तत्सुतं बाह्युपसृतं भक्तं ते भक्तवत्सला इन्द्र उवाच प्रत्यानीता परमभवता त्रायता न सुभागा दैत्याक्रान्तं हृदयकमलं तद्गृहं प्रत्यबोधि कालग्रस्तं येदिदमहो नाथ शुश्रूषतां ते मुक्तिस्तेषां न हि बहुमता नारसिंहापरय्यः किं ऋषयोजो त्वं नस्तपत्परममाथ यदात्मतेजो येनेदमादिपुरुषात्मगतं ससर्ज तद्विप्रलुप्तमनादिशरण्यबालरक्षा गृहीतवपुषा पुनरन्नवमस्ताः पितरौजो श्राद्धानि नोधिवभुजे प्रसभं तनूजेर्दत्तानि तीर्थसमयेऽप्य विवत्तिलाम्बो तस्योदरान्नघविदीर्णोपाद्य आरच्छद तस्मै नमो नृहरे अखिलधर्मगोत्रे सिद्धा ओजो यो नो गतिं योगसिद्धामसाधुरहारशीदयोगतपोबलेन नानादर्पं तं नखेर्निर्ददारस्तस्मै तुभ्यं प्रणदास्मो नृसिंह विद्याधरा ऊचु विद्यामृतधारणयानुराधान्यशेतदज्ञो बलवीर्यदृप्ता स येन सङ्ख्ये पशुवद्धदस्तं मया नृसिंहं प्रणदास्म नित्यं नागा ऊचु येन पापेन रत्नानि स्त्रीरत्नानि हृदानि न तद्वक्षपाठनेनासां दत्तानन्दनमोऽस्तुते मनवोचु मनवो वयं तव निदेशकारिणो दिदिजेन देव परिभूतसेतवा भवता खलसोपसंहृतप्रभो करवामदे किमनुषाधिकिङ्करान् प्रजापदयौचु प्रजेशा वयं देवरेशाभिसृष्टा नयेन प्रजा वै सृजामो निषिद्धाः स एष त्वया भिन्नवक्षानुषेदे जगन्मङ्गलं सत्त्वमूर्तेऽवतार
ഗന്ധർവാഊജോ വയം വിഭൂതേ നടനാട്യഗായകായേനാത്മസാദ്വീരബലൗജസാകൃതാഃ സ ഏഷ നീതോ ഭവതാ ദിശാമി മാം കിമത്പദസ്ഥസ്കുശലായ കൽപ്പതേ ചാരണാഊജോ ഹരേതവാംഘ്രിപങ്കജം ഭവാപവർഗമാശ്രിതാഃ യദേശ സാധുരച്ഛയസ്ത്വയാ സുരസമാവിതാ യക്ഷാഊജോ വയമനുചരമുഖ്യാ കർമ്മഭിസ്തേ മനോജ്ഞൈസ്തൈഹ ദിനിസുധേന പ്രാപിതാവാഹകത്വം സതുജനപരിതാപം തത്കൃതം ജാനദാതേ നരഹര ഉപനീത പഞ്ചതാം പഞ്ചവിംശ കിം പുരുഷാഊജു വയം കിം പുരുഷാസ്ത്വം തു മഹാപുരുഷ ഈശ്വര അയം കുപുരുഷോ നഷ്ടോ ധികൃത സാധുവിർയത വൈതാളികാഊജു സഭാസു തത്രേഷു തവാമലം യശോഗീത്വാ സപദ്യാം മഹതീം ലഭാവഹേ യസ്താം വിനേഷീത ഭൃശമേഷ ദുർജനോദിഷ്ട്യാ ഹതസ്തേ ഭഗവൻ യഥാമയ കിന്നരാഊജു വയമീഷ കിന്നരഗണാസ്തവാനുഗാദിതിജേന വിഷ്ടിവമുനാനുഗാരിതാഃ ഭവതാ ഹരേ സൗർജിനോ അവസാദിതോ നരസിംഹ നാഥ വിഭവായ നോ ഭവ വിഷ്ണുപാർഷദാഊജോ അദ്യൈതദ്ധരി നരരൂപമദ്ഭുതം തേ ദൃഷ്ടം ന ശരണദ സർവലോകശർമ്മ സോയം തേ വിധികര ഈശ വിപ്രശബ്ദസ്തസ്യേദം നിധനമനുഗ്രഹായ വിദ്മ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവധേ നൃസിംഹസ്തവോ നാമ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ബ്രഹ്മാദയശ്രീഗണാമനയോധ സിദ്ധാന്തസ്വേകദാനമതയോ വചസാം പ്രവാഹേ നാരാദിതും പുരുഗുണൈരതിനാഭിപ്രക്കിം തോഷ്ടുമർഹതി സമേ ഹരി ഉഗ്രജാതേ അദ്വൈതത് ഹരിനരരൂപം അത്ഭുതം തേ ഭഗവാനെ അങ്ങയുടെ അത്ഭുതമായിരിക്കുന്ന ഹരിനര സ്വരൂപത്തിനെ നരസിംഹ സ്വരൂപത്തിനെ ഞങ്ങൾക്കിതാ ഇന്ന് ദൃഷ്ടം കാണാനായിട്ട് സാധിച്ചു ഭഗവാനെ. ഇങ്ങനെ അനവധി ആളുകൾ വന്ന് ദേവീ ദേവന്മാരൊക്കെ വന്ന് ഭഗവാനെ സ്തുതിച്ചു. പിന്നീടാണ് പ്രഹ്ലാദൻ്റെ അതിഗംഭീരമായിരിക്കുന്ന സ്തുതി. പ്രഹ്ലാദനെ ഭഗവാനത അനുഗ്രഹിക്കണം. വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ നാളെ രാവിലെ തന്നെ ഗജേന്ദ്രമോക്ഷം. പിന്നീടാണ് പാലാടി മഥനം. അല്ല ഭഗവാൻ പലതരത്തിലുള്ള അവതാരങ്ങൾ ഇതാ സ്വീകരിക്കണം. ധന്വന്തരിയും മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും ഇല്ലാതായിട്ട് തീരാൻ ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കാവുന്നതാണ്. വാമനാവതാരം പിതൃമുക്തിക്ക് നമ്മൾ വാമനാവതാര ഭാഗമാണ് കേൾക്കേണ്ടത്. പിതൃമുക്തി പിതൃക്കൾക്കൊക്കെ മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്നതായ ഭാഗവതത്തിലെ ഭാഗമാണ് വാമനാവതാരം. അതും നാളെയാണ് പാരായണം. പിന്നീട് മത്സ്യാവതാരം പരമമായിരിക്കുന്ന ജ്ഞാനം ഗുരുനാഥൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് മത്സ്യാവതാര ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്യുന്നത് കേൾക്കാവുന്നതാണ്. പിന്നീട് അനവധി രാജാക്കന്മാരുടെ ചരിത്രം, ഭക്തന്മാരുടെ ചരിത്രം, അംബരീഷ മഹാരാജാവ്, ഖട്വാംഗ മഹാരാജാവ്, രാമായണം, പരശുരാമാവതാരം, ബലരാമാവതാരം, നാളെ വൈകുന്നേരം കൃഷ്ണാവതാരമാണ് നമുക്ക് പാരായണം എന്ന് എല്ലാവരെയും ഇത് അറിയിക്കുന്നു. നാളെ ഭാഗവത സപ്താഹ യജ്ഞം 4ാമത്തെ ദിവസമാണ്. മുല്ലോർളി ഭഗവാന്റെ അടുത്ത് നടക്കുന്നതായ ഭാഗവത സപ്താഹ യജ്ഞം 4ാമത്തെ ദിവസം. കൃഷ്ണാവതാരം പാരായണം കഴിഞ്ഞാൽ നമ്മളെ ഈ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ അഷ്ടപതി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് എല്ലാവരെയും ഇത് അറിയിക്കുന്നു. തനിക്ക് അറിയുന്നതായ സ്തുതികളെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയതായിരിക്കുന്ന ഭാഗ്യമാണ്. അതുകൊണ്ട് അഷ്ടപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനമാണ് അഷ്ടപതി. ആ അഷ്ടപതി നാളെ വൈകുന്നേരം നമ്മളെ സപ്താഹ മണ്ഡപത്തിൽ കൃഷ്ണാവതാര പാരായണമൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ പ്രത്യക്ഷനായി നിൽക്കുന്ന സമയത്ത് അഷ്ടപതി നമുക്കിതാ നടത്താനായിട്ട് സാധിക്കട്ടെ. മാത്രമല്ല നാളെ നമ്മളെ ഈ സപ്താഹ യജ്ഞത്തിൽ പ്രേമപുഷ്പാഞ്ജലി എന്ന ഗ്രൂപ്പിലുള്ള പല ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ആ പ്രേമപുഷ്പാഞ്ജലി ഗ്രൂപ്പാണ് നാളെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ നാളത്തെ ആ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ എല്ലാവർക്കും പങ്കെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റന്നാൾ ഭഗവാന്റെ വിവാഹം, രുക്മിണി സ്വയംവര ഘോഷയാത്ര അതൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് മധുരപലഹാരമാണ് ഭഗവാന് ഇവിടെ മറ്റന്നാൾ സമർപ്പിക്കേണ്ടത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. മറ്റന്നാൾ ഏകദേശം ഒരു 11:30 മണി 12 മണിയുടെ ഇടയിൽ നമ്മളെ സപ്താഹ മണ്ഡപത്തിൽ ഉണ്ണിയൂട്ട് ചെറിയ കുട്ടികൾ, അപ്പോൾ മടിയിലിരുത്തുന്ന കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് എന്ത് ചെയ്യാം, മറ്റന്നാൾ ഉച്ചയ്ക്ക് സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭഗവാന് നിവേദ്യം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ തൻ്റെ കുട്ടികളെ തൻ്റെ മടിയിൽ ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായ നിവേദ്യം കൊടുക്കുന്നതായ ഒരു കാര്യം, അതാണ് ഉണ്ണിയൂട്ടായിട്ട്. ആ സമയത്ത് ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തതായിരിക്കുന്ന കുട്ടികളൊക്കെ കളിപ്പാട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചത് കൊണ്ടുവരും. അങ്ങനെ ആ ഉണ്ണിയൂട്ടിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.
മാത്രമല്ല ഉണ്ണിയൂട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോരോ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ട് വെച്ചാൽ ഉണ്ണിയപ്പം വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടുവരും, ഇലയട വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെ കുട്ടികൾക്ക് എന്താണോ കൊടുക്കാൻ അത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്നും ചെയ്യാം. ഇത് വേണം നമ്മൾ തന്നെ വീട്ടിൽ ശുദ്ധമായിട്ട് ഇത് ഉണ്ടാക്കി എന്ത് ചെയ്യാം, ഇവിടെ ഇന്ന് മറ്റന്നാൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. അന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ആ കൃഷ്ണ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് ഇതാ പ്രാർത്ഥിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സന്താന ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് വെച്ചാൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞു കുട്ടികളൊന്നും ഉണ്ടാവണില്ല, ചിലപ്പോൾ ഉണ്ടായതായിരിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ കുട്ടി പഠിക്കണില്ല. ഭഗവാൻ ഞാനൊക്കെ അസലായിട്ട് പഠിക്കേണ്ടത്, കുട്ടി അച്ഛാ പഠിക്കുക, എന്താ പഠിക്കണില്ല, എന്താ ചെയ്യുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും പല ആളുകൾക്കും അല്ലേ. അതിന് കുട്ടികളെ സംബന്ധിച്ചതായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അതൊക്കെ ഇല്ലാതാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ കൃഷ്ണകഥകളാണ് രാവിലെ മുതൽ ഉച്ച വരെ ഭഗവാന്റെ ബാല്യലീലകളാണ് നമുക്കിതാ ഇവിടെ പാരായണം. അതിലൊക്കെ പങ്കെടുക്കാം. ആ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ണിയൂട്ടിലൊക്കെ പങ്കെടുക്കാം. ഇനി കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ അല്ലേ, എന്ത് വേണം, ഒരു